പലപ്പോഴും ഫെയർ സ്കിൻ ഇസ് ഇക്വേറ്റഡ് ടു ഹെൽത്തി സ്കിൻ. വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ ഇറ്റ്? ഇൻസെക്യൂരിറ്റിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും ഇത് തീരത്തില്ല. സോ യു ആർ എക്സ്പോസിങ് യുവർ സ്കിൻ ടു സോ മെനി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യം എല്ലാവർക്കും ഇല്ല. കൊറിയൻ സ്കിന്നും നമ്മുടെ ഇന്ത്യൻ സ്കിന്നും തമ്മിൽ അജഗജാന്തര വ്യത്യാസമാണ്. ബേസിക്കലി ഫില്ലേഴ്സ് ഇസ് ആൻ ആർട്ട് ബിക്കോസ് ഫില്ലേഴ്സ് ക്യാൻ break or make the face. അപ്പോൾ ഈ ഹൈലൂറോണിക് ആസിഡ് ക്രീമും ഒക്കെ ഇങ്ങനെ വാരി പറ്റുന്നതിൽ ഒരു കാര്യമില്ലെന്നാണ്. ഒരു എക്സ്റ്റെൻഡ് വരെ കാര്യമില്ല. ഡെർമറ്റോളജി ഈസ് സോ പോപ്പുലർ നൗ, is more confusing now. 7-step routine ഒക്കെ ഞാൻ കേൾക്കാറുണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ശരിക്കും ആവശ്യമുണ്ടോ? സ്കിൻ കെയറിൽ everything is how it gets absorbed into the skin and where it's going to work. Botox is a different thing, filler is a totally different thing. Really? There is nothing like Botox filler. No. If you take my skin, if ഞാനൊരു ഡെർമറ്റോളജിസ്റ്റ് ആണ്, എനിക്ക് 10 സ്കിൻ കെയർ റൂട്ടീൻ ഉണ്ടോയെന്ന് വെച്ചാൽ I don't have it because അപ്പോൾ ആൻറ്റി ഏജിങ് is one huge thing. There is no one cream which can actually correct all your problems. So skincare is basically healthcare. That's what I would say. Hello and welcome everybody to our show. Innate conversation is about my favorite topic, which is skincare, and I must confess to Dr. Sonia Feroz here. She is a clinical aesthetics dermatologist at Serene Derma Laser Clinic in Trivandrum and Kollam. And Dr. Sonia, ഞാൻ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു സ്കിൻ കെയർ റൂട്ടീനിലേക്കോ സ്കിൻ കെയറിലേക്ക് കടന്നിട്ടുള്ള അത്രയ്ക്ക് ഡാമേജ് ആയതിനു ശേഷമാണ് ഐ സ്റ്റാർട്ട് ടേക്കിംഗ് കെയർ ഓഫ് മൈ സ്കിൻ. സോ വി ആർ ഗോയിങ് ടു കവർ എ ലോട്ട് ഓഫ് തിങ്സ് വിത്ത് റിഗാർഡ്സ് ടു സ്കിൻ കെയർ. മിസ്കൺസെപ്ഷൻസ് എന്തൊക്കെയാണ്, ഫില്ലേഴ്സ് എന്താണ്, ബോട്ടോക്സ് എന്താണ്, ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ഒന്നും ഐഡിയ ഇല്ലാത്ത ഒരാളാണ് ഡോക്ടറുടെ മുന്നിലിരിക്കുന്നത്. സോ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. Please be prepared for it. Okay, let's be prepared. Bring it on. Welcome to our show, thank ma'am. you so much. Welcome thank to you so much for having me here. First of all, just as a warm-up, I would like to ask you a few questions, just throwing it at you. എനിക്ക് സംശയമുള്ള കുറേ ഏരിയാസ് ആണ്, കൺഫ്യൂഷൻസ് ഉള്ള ഏരിയാസ് ആണ്. You can call it misconceptions or myths. പലപ്പോഴും fair skin is equated to healthy skin. What are your thoughts on it? It's not right. It's an absolute crazy myth. Okay. Fair skin is not equal to healthy skin. Okay. That is one fact. Okay. പക്ഷേ എല്ലാവരും ഫെയർ സ്കിൻ്റെ പുറകിലാണ് പോകുന്നത്. സോ യു ഹാവ് ടു ഐഡൻറ്റിഫൈ വാട്ട് ആക്ച്വലി ഈസ് എ ഹെൽത്തി സ്കിൻ. ഈ ഫെയർ സ്കിൻ എന്ന കൺസെപ്റ്റ് വന്നത് തന്നെ യുനോ ഇറ്റ്സ് എ സൊസൈറ്റിയൽ, ഇറ്റ്സ് എ മാർക്കറ്റിംഗ്, എ ലോട്ട് ഓഫ് യുനോ കൾച്ചറൽ, ഒത്തിരി ഒരു ആസ്പെക്ട്സ് അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഐ എം ജസ്റ്റ് ടോക്കിംഗ് ഫ്രം ദ ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, ദാറ്റ്സ് വൺ തിങ്. ബിക്കോസ് ഹെൽത്തി സ്കിൻ എന്ന് പറയുമ്പോൾ അതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. യു ഹാവ് ടു ഹാവ് എ നൈസ് ഒരു കംഫർട്ടബിൾ സ്കിൻ ആയിരിക്കണം. ദ ടോൺ ഷുഡ് ബി നോർമൽ, ലൈക്ക് വിത്തൗട്ട് എനി ബ്ലെമിഷസ് ഓർ എനിത്തിങ്. സ്ട്രക്ചറലി ഇറ്റ് ഷുഡ് ബി ഗുഡ്. ഇങ്ങനെ ടെക്സ്ചേഴ്സ് ഒന്നും പാടില്ല, കുഴി ഗുണ്ടുകളൊന്നും പാടാൻ പാടില്ല. ആൻഡ് ഇറ്റ് ഷുഡ് വർക്ക് ഓൾസോ വെൽ. ഹെൽത്തി സ്കിൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഫങ്ഷൻസും ചെയ്യണം. അതായത് പ്രൊട്ടക്ഷൻ ചെയ്യണം, എല്ലാം അതിന് കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഐ മേ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ ഇഫ് യു ആസ്ക് മീ. ദർ ആർ ലോട്ട് ഓഫ് ഫങ്ഷൻസ് അബൌട്ട് ദാറ്റ്. ഇതെല്ലാം ചെയ്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കിന്നാണ് ഹെൽത്തി സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ടോപ്പിക്കിൽ ഫെയർ സ്കിൻ എന്നൊരു ഇത് വരുന്നില്ല. ഓക്കെ, the definition of healthy skin il dark or fair വരുന്നില്ല. In fact, if you know that നമ്മുടെ Afro Caribbean അല്ലെങ്കിൽ African skin is the most resilient and most healthy skin, I would say. Really? Because അത് സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഡിഫറൻസസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. കോക്കേഷ്യൻ സ്കിൻ, ദേ ആർ തിൻ, മെലാനിൻ ഇല്ല, അങ്ങനത്തെ ഒരു സ്ട്രക്ചറലി ദർ ആർ ലോട്ട് ഓഫ് ഡിഫറൻസസ് ഇൻ ദാറ്റ്. അതേസമയം ഒരു ആഫ്രിക്കൻ ഡാർക്ക് സ്കിൻ, ഞാൻ 2 എക്സ്ട്രീം പറയുകയാണ്. ആഫ്രിക്കൻ ഡാർക്ക് സ്കിൻ എന്ന് പറയുമ്പോൾ അത് ദേ ആർ തിക്കർ, മെലാനിൻ കണ്ടന്റ് കൂടുതലുണ്ട്, ഡെർമിസ് നല്ലതാണ്, അതായത് അതിൻ്റെ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ നല്ലതാണ്. അതെന്തിനാ അങ്ങനെ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഇത് എവല്യൂഷൻ പ്രോസസ്സാണ്. ബിക്കോസ് സൺ അടിച്ചാൽ അത് കരിയാൻ പാടില്ല, അതിന് റിങ്കിൾസ് വരത്തില്ല. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനോ അല്ലെങ്കിൽ ഡാർക്ക് സ്കിന്നൊന്നും അത്ര റിങ്കിൾസ് വരത്തില്ല. അതേസമയം ഒരു വൈറ്റ് സ്കിൻ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് പേപ്പറി തിൻ. ഒരു 30 years കഴിയുമ്പോഴേ എല്ലാവരുടെയും സ്കിൻ ഇങ്ങനെ ചുളുങ്ങി കണ്ടു തുടങ്ങും.
ഒത്തിരി കണ്ടില്ല. അപ്പോൾ ബേസിക്കലി ബിക്കോസ് ഈ ഫെയർനെസ് എന്ന് പറയുന്ന ആ മെലാനിൻ നമ്മുടെ കണ്ടന്റ് ഉണ്ടല്ലോ, വിച്ച് കോസസ് ദ ഡാർക്ക്നെസ് ഓൺ ദ സ്കിൻ, ഇറ്റ് ഈസ് ആക്ച്വലി പ്രൊട്ടക്ഷൻ ഫോർ ആ സ്കിൻ. അത് UV റേസ് നമ്മുടെ സ്കിന്നിനെ തടുക്കുന്നുണ്ട്. സോ മെനി ഗുഡ് തിങ്സ് ഇസ് ദർ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്ത്യൻസ് അല്ലേ, വി ആർ ഇൻ എ വെരി ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്കിൻ. ഈ സ്കിന്നിന്റെ പ്രൊട്ടക്ഷനായിട്ട് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ആ മെലാനിനും തിങ്സും ഒക്കെ. സോ ഇഫ് വി ഗോ അബൌട്ട് ഡൂയിങ് ഓർ റെഡ്യൂസിങ് ദ മെലാനിൻ, നമ്മുടെ എത്തിക്കൽ സ്കിൻ ടൈപ്പിൽ നിന്ന് അത് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ് എനിവേ. ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും വാട്ട് എവർ യു ഡു, അത് അങ്ങനെ പെർമനൻറ്റ് വരത്തില്ല. ഇപ്പോൾ ഐ സീ എ ലോട്ട് ഓഫ് commercials saying that permanent skin whitening. So that is not possible. So what I say is fair skin is not healthy skin. As simple as that. Our Indian brown skin is actually much healthier in our context. Okay. So melanin is basically a protection. So don't try to complete. നമ്മുടെ ബ്ലെമിഷസും അതും ഇതുമൊക്കെ ഉണ്ടെങ്കിൽ ഈവൻ ടോൺ ആക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ദാറ്റ് ഇസ് എ ഗുഡ് തിങ്. യു ക്യാൻ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ, നൈസ്, ഡു ഇറ്റ്, ബട്ട് നോട്ട് ദ ഫെയർ തിങ്. നമ്മുടെ എത്തിക്കൽ ഓരോരുത്തർക്കും ഓരോ കളർ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് സച്ച് എ വണ്ടർഫുൾ തിങ് ഡോക്ടർ ടു സേ. കാരണം ഇപ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്ന എല്ലായിടത്തും ഈ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഫോർ മേക്കിംഗ് ഇറ്റ് ഫെയർ ആൻഡ് സ്കിൻ വൈറ്റനിങ്ങും അതും ഇതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പ്രോഡക്ട്സും കാണാറുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ക്ലിനിക്സും ഉണ്ട്. ആസ് ഒപ്പോസ് ടു ദാറ്റ് യു ബീൻ authentic about it, and that's such a wonderful thing you did to dispel the myth that fair skin is healthy skin. ഇനി അടുത്തത് സൺസ്ക്രീൻ. നമ്മൾ സൺസ്ക്രീൻ ഒത്തിരി അധികം പ്രൊമോട്ട് ചെയ്ത പ്രോഡക്ട്സ് ആണ്. എസ്പെഷ്യലി നമ്മുടെ കൺട്രിയിൽ ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്ട്സിൽ ഒന്നാണ് സൺസ്ക്രീൻ. ടു മച്ച് സൺസ്ക്രീൻ, ഇസ് ദാറ്റ് ഡേഞ്ചറസ് ഫോർ യു ഓർ യുവർ സ്കിൻ? ഓക്കെ, ആക്ച്വലി സൺസ്ക്രീൻസിനെ കുറിച്ച് പറഞ്ഞു ഇപ്പോൾ എനിക്കൊന്ന് സൺസ്ക്രീൻസിനെ കുറിച്ച് ഫിയറായി. Either in the ഒരു 10 years back അല്ലെങ്കിൽ ഒരു 15 years back എടുത്ത് we were actually making people wear sunscreen more, because അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ നാട്ടിൽ അങ്ങനെ people never used to. അതിൻ്റെ മേ ബി ഒരു റീസൺ ഞാൻ ആദ്യം പറഞ്ഞതിലുണ്ട്. എന്ന് വെച്ചാൽ മെലാനിൻ നമുക്ക് കുറേയൊക്കെ പ്രൊട്ടക്റ്റീവ് ആയിരുന്നു സൺ പ്രശ്നങ്ങളിൽ നിന്ന്, ബിക്കോസ് നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് ഒക്കെ കുറവാണ് കമ്പയർഡ് ടു കോക്കേഷ്യൻ സ്കിൻ, വെസ്റ്റേൺ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീനിങ് നമുക്ക് ഓൾറെഡി കുറച്ച് മെലനിൻ ഉള്ളത് ഉണ്ടായിരുന്നിരിക്കണം, മനസ്സിലായി. സോ വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദാറ്റ്. ബട്ട് എൻവയൺമെൻറ്റ് ചേഞ്ച്ഡ്, ഓസോൺ ലെയറിൽ ഡിപ്ലീഷൻ വന്നു എന്ന് പറഞ്ഞൊക്കെ ദറ്റ് വാസ് എ വെരി ഹ്യൂജ് തിങ്. സോ UV rays started coming in a very harsh way. So we see a lot of photo aging. അതായത് സൺ അടിക്കും തോറും അത് ഏജിങ് കൂടും. അപ്പോൾ സ്കിൻ ഡിസീസസ് ഉണ്ട്, you have skin cancers which are coming up. So then what happened, we promoted sunscreens. We promoted us, നമ്മുടെ ഈ പോപ്പുലേഷനിൽ സൺസ്ക്രീൻ മസ്റ്റ് ആണെന്ന് പറഞ്ഞു തുടങ്ങി for healthier reasons. കറുക്കാതിരിക്കാനോ വെളുക്കാതിരിക്കാനോ എന്നുള്ളതല്ല ആദ്യം പറഞ്ഞു വന്നത്. ഇറ്റ് വാസ് ഫോർ ഹെൽത്തിയർ റീസൺസ്. നമ്മുടെ സ്കിൻ പ്രൊട്ടക്ട് ചെയ്യണം ഫോർ സോ മെനി ഡിസീസസ് ആൻഡ് ഓൾ ദോസ് സ്റ്റഫ്. പക്ഷേ പിന്നെ സിനാരിയോ ചേഞ്ച് ടു ഹൗ ടു ബിക്കം ബെറ്റർ. നമുക്ക് ടാൻ ഒന്നും വരാൻ പാടില്ല. ഐ ഹാവ് ടു ബി മോർ ദാൻ സ്കിൻ ക്യാൻസേഴ്സ്. നമ്മൾ ടാനിനെയാണ് ഇപ്പോൾ കൂടുതലും എന്താ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി വാണ്ടഡ് ഓൾ ദോസ് സൺസ്ക്രീൻസ്. സോ അവയർനെസ് കൂടിക്കൂടി വന്നപ്പോൾ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി ആക്ച്വലി. അപ്പം ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യൻസും വരാൻ തുടങ്ങി. പിന്നെ വൈ ഷുഡ് വി നീഡ് ഇറ്റ്? നമ്മുടെ സ്കിന്ന് ഇൻഡോറിന് എന്തിനു വേണം, ഔട്ട്ഡോർ എന്തിനു വേണം, ഈ SPF 50 മതിയോ 30 മതിയോ? ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് കം അപ്പ്. അപ്പം നമ്മുടെ സ്കിന്നിൽ മെലാനിൻ കണ്ടന്റ് ഉള്ള സ്ഥിതിക്ക് 30+ ആയാലും കുഴപ്പമില്ല. ബിക്കോസ് മെലാനിൻ്റെ ഒരു ഇതുണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ 30+ ഈസ് ഓക്കെ വിത്ത് ആ സ്കിൻ. ജനറലി പറയുകയാണെങ്കിൽ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സംബഡി ഹു ഹാസ് ഗോട്ട് എ ഡിസീസ്, ഒരു ഫോട്ടോ ഡെർമറ്റൈറ്റിസോ ഒരു സൺ അലർജിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 50+ അതിന് കൂടുതലോ ചിലപ്പോൾ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നിരിക്കും. പക്ഷേ ടിപ്പിക്കലി സ്പീക്കിംഗ് അതിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഫ്യൂ പോയിന്റ്സിലുള്ള സ്ക്രീനിങ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ഈ 13-15+ വെച്ച് നോക്കുമ്പോൾ. സോ 30+ is enough, but you have to repeatedly use it. Repeated using is more important. You understood? Because consistent use, repeat applications, ഇതൊക്കെയാണ് അവിടെ important more than just the number. വീട്ടിനകത്ത് യൂസ് ചെയ്യുന്നത് ആവശ്യമാണോ? അത് that is because nowadays there are a lot of more indoor lightings. പണ്ടത്തെ നമ്മുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ വീട്ടിനകത്ത് ലൈറ്റ് ഇടുന്നത് ഏകദേശം രാത്രിയാകുമ്പോഴാണ്, ഇല്ലേ? ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും ലൈറ്റ് കൊളുത്താന്നുള്ളൊരു ഇതല്ലേ. ഇപ്പോൾ അങ്ങനെയല്ല. വി ആർ വർക്കിംഗ് ഇൻ ഓഫീസസ്, വി ആർ വർക്കിംഗ് ഇൻ പ്ലേസസ് where there are a lot of indoor lighting. കമ്പ്യൂട്ടർ സ്ക്രീൻസ് ഉണ്ട്. ഈ അപ്പം ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഇപ്പോഴത്തെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് തിങ്. സോ വി സീ പീപ്പിൾ ഹു സിറ്റ്
in front of computers full time, they get tanned. They come and say, my face is like tanned. Why? I'm not going. ഞാൻ വെളിയിലേ കാണില്ല. ചിലർ കണ്ടിട്ടില്ല ഈ നൈറ്റ് ഡ്യൂട്ടീസ് ചെയ്യുന്ന ടെക്കീസ് ഒക്കെ ഉണ്ടല്ലോ. They are not out in the sun at all, but they come up with dull skin. So that is one example why you need a indoor sun, because high energy visible light എന്ന് പറയുന്നതും ഇൻഫ്രാറെഡും ഈ രണ്ടുമാണ് UVA UVB അല്ലാതെ കവർ ചെയ്യുന്നത്. So that is what indoor sunscreensന്റെ ഉദ്ദേശം. So if you are not into that kind of a stuff and your skin does not have blotches or blemishes, you can skip indoor sunscreens if you really don't want to. As doctors, നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് എല്ലാം എന്തെങ്കിലും സ്കിന്നിൽ പ്രോബ്ലം ഉള്ളവരാണ്. So we have to address that issue. So we say, okay, you have to use this also. But it is a personal thing. നമുക്കിനി ഈ ഡെർമറ്റോളജിസ്റ്റ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ചും സംസാരിക്കണം. കാരണം ഡെർമറ്റോളജി ഈസ് എ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ആഫ്റ്റർ MBBS MD ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. സോ നമുക്ക് ടെക്നിക്കലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വിൽ ഗോ ടു ദാറ്റ് ലേറ്റർ. ഞാൻ ഇനി മൂന്നാമത്തെ ഡൗട്ട് ചോദിക്കാം. ഓക്കെ. വിച്ച് ഇസ് എ 5-step റൂട്ടീൻ, 7-step റൂട്ടീൻ എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എനിക്ക് ഒരു സ്റ്റെപ്പ് തന്നെ പലപ്പോഴും നടക്കാറില്ല. സോ ഇതിൻ്റെ ഒക്കെ ശരിക്കും ആവശ്യമുണ്ടോ? പിന്നെ വേറെ കേൾക്കുന്നത് കൊറിയൻ പ്രോഡക്ട്സും കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കേൾക്കാറുണ്ട്. ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ് ടു മീ. But I see my younger daughters talk about it and I'm actually alarmed. ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? Please clarify, doctor. അപ്പോൾ അത് പറയണമെങ്കിൽ I just say that ഈ അവയർനെസ് മാറിയ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം we were struggling to tell people you have to use moisturizer at least, you have to use a sunscreen. ഇതിങ്ങനെ പറഞ്ഞു വന്നൊരു കാലഘട്ടമുണ്ട്. അവിടുന്ന് വന്ന് now the awareness is so much, people think that ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ആയല്ലോ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പുറത്തൊരു കൺട്രിയിൽ നടക്കുന്ന കാര്യം അപ്പം തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കുകയാണ്. Especially with the new generation, the Gen Z, Gen Alpha generation എന്ന് പറയുന്നത്, it's a hugely information overload ആണ് അവർ. അപ്പോൾ they feel that these things are necessary. ചെയ്തില്ലെങ്കിൽ എന്തോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. റിയലി യങ് ചിൽഡ്രൻ ഹു കം ടു മൈ ക്ലിനിക് നൗ, അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ടാണ് വരുന്നത്, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. സിമിലർലി ബിക്കോസ് ദേ ഹാവ് ഈ ഇത്രയും സ്കിൻ കെയർ റുട്ടീൻ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്, ദർ ഇസ് ഓൾവേസ് ലെസ് ഇസ് ബെറ്റർ. ഓക്കെ, ഇഫ് യു ടേക്ക് മൈ സ്കിൻ, ഇപ്പോൾ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റാണ്, എനിക്ക് 10 സ്കിൻ കെയർ റുട്ടീൻ ഉണ്ടോയെന്ന് വെച്ചാൽ ഐ ഡോണ്ട് ഹാവ് ഇറ്റ്, ബിക്കോസ് മൈ സ്കിൻ ഇസ് എ വെരി സെൻസിറ്റീവ് സ്കിൻ. എനിക്ക് പല പ്രോഡക്ട്സിനും അലർജീസ് ഉണ്ട്. എനിക്ക് ചില 1 or 2 പ്രോഡക്ട്സേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇൻ മൈ ക്ലിനിക് ഐ ഹാവ് എ ലോട്ട് ഓഫ് സ്റ്റാഫ്. നമുക്ക് വി ഗെറ്റ് ഇറ്റ് ഫോർ ക്ലിനിക്കൽ സ്റ്റഡീസ്, വി ഹാവ് ഇറ്റ് സോ മെനി തിങ്. പക്ഷേ ഐ കനോട്ട് യൂസ് ദാറ്റ്. സോ അത് മനസ്സിലാക്കേണ്ട ബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് ഐ ഡോണ്ട് യൂസ് ദാറ്റ്. ഐ യൂസ് ഓൺലി വാട്ട് ഈസ് ഗുഡ് ഫോർ മീ. സോ ലൈക്ക് വൈസ് ദർ ഇസ് നോ ബ്ലാങ്കറ്റ് റൂൾ. എവറിബഡി ഷുഡ് ഡു ദിസ് മനി സ്റ്റെപ്സ്. ചിലപ്പോൾ അങ്ങനത്രയും സ്റ്റെപ്സ് വരുമ്പോഴത്തേക്കും കുരുക്കൾ വരുന്ന ആൾക്കാരുണ്ട്. ഈ നമ്പർ ഓഫ് സ്റ്റെപ്സ് വരുമ്പോൾ ഓർത്തോളൂ, ഓരോന്നിലും ഈ പ്രിസർവേറ്റീവ്സ് ഉണ്ട്, ഈ ഫ്രേഗ്രൻസസ് ഉണ്ട്. സോ യു ആർ എക്സ്പോസിങ് യുവർ സ്കിൻ ടു സോ മെനി ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം എല്ലാവർക്കും ഇല്ല. ഇഫ് യു ആർ എ വെരി ഡ്രൈ സ്കിൻ പേഴ്സൺ, യു നീഡ് സം ലെയറിംഗ് ടു കീപ് ദ സ്കിൻ ഓക്കെ, യു go to a dermatologist, speak with them and see whether that is necessary. അപ്പോൾ അങ്ങനെ ഒരു 5-step routine അല്ലെ 10-step routine ഒന്നും സത്യത്തിൽ ആവശ്യമില്ല. But individually if your skin needs that, okay, you can. But now everybody, കൊറിയൻ സ്കിന്നും നമ്മുടെ ഇന്ത്യൻ സ്കിന്നും തമ്മിൽ ആജഗജാന്തര വ്യത്യാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ റേഷ്യൽ എത്തനിക് സ്കിൻ ടൈപ്പ് അനുസരിച്ച് അവരുടെ സ്ട്രക്ചറലി ഇറ്റ് ഇസ് സോ ഡിഫറെൻറ്റ്. സോ കൊറിയൻ സ്കിൻ ഇടുന്ന their pores are very tight, they don't have that much of sebaceous skin inside. അവർ അത്ര സ്വെറ്റി അല്ല. നമ്മുടെ ഇവിടെ ഹ്യൂമിഡ് ആണ്, സോ വി സ്വെറ്റ് എ ലോട്ട് ഓഫ് ഡിഫറൻസസ് are there. അപ്പോൾ അവരിടുന്നത് ഒക്ലൂസീവ്സ് ആണ്. ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഇറ്റ് ലുക്ക് ലൈക്ക് എ ഗ്ലാസ് സ്കിൻ. ബട്ട് വെൻ വി പുട്ട് ലൈക്ക് ദാറ്റ് we end up with having a lot of allergies, irritations, because all these sebaceous glands കൂടി ഇതെല്ലാം അബ്സോർബ് ചെയ്യും. അപ്പം നമ്മൾ more prone for problems. ഒരു വാക്ക് ഉപയോഗിച്ചല്ലോ, ഒക്ലൂസീവ്സ് മീൻസ് ഒക്ലൂസീവ്സ്. ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒക്ലൂഡ് ചെയ്യാണ്. യു ആർ ബ്ലോക്കിംഗ് ദ pores or the sweat pores or the sebaceous glands opening with a lot of products. Okay. So അത് തന്നെയാണ് കൊറിയൻ ഗ്ലാസ് സ്കിൻ കൊണ്ട് ഉദ്ദേശിച്ചതും. എന്ന് വെച്ചാൽ യു ആർ ലോക്കിംഗ് അപ്പ് എ ലോട്ട് ഓഫ് ഹൈഡ്രേഷൻ അണ്ടർ ദ സ്കിൻ. അങ്ങനെയാണ് അത് ഗ്ലോ ആക്കിയെടുത്തത്. പക്ഷെ അത് നമുക്കിവിടെ വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല. So basically it's a
ജനറ്റിക് കോമ്പണന്റ് ഉണ്ട്, അവരുടെ എൻവയൺമെന്റ് ഉണ്ട്, അവർ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് അതിനനുസരിച്ചാണ്. അതെല്ലാം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോയാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഇന്ത്യൻ ഗോൾഡൻ ഗ്ലോ അല്ലെ ഇന്ത്യൻ ഗ്ലാസ് ഗ്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ടേം മാർക്കറ്റിംഗിൽ കൊണ്ടുവന്നാൽ വലിയ ഉപകാരമായിരിക്കും. I think Indian golden glow is a beautiful idea because നമ്മുടെ എല്ലാം undertones are a little warm. നമ്മുടെ നല്ല വെരി നൈസ് ഹെൽത്തി ഇന്ത്യൻ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സ്കിൻ. സോ ഐ തിങ്ക് വി ഷുഡ് പ്രൊമോട്ട് ദാറ്റ് റാദർ ദാൻ അതൊരു മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലായല്ലോ, കൊറിയൻ പ്രോഡക്ട്സ് ലോകമെമ്പാടും അത് കാരണം. സോ ഐ തിങ്ക് സംബഡി ഷുഡ് സ്റ്റാർട്ട് ദാറ്റ് കൈൻഡ് ഓഫ് നാരേറ്റീവ്. I think we should just start it. പിന്നെ ഉള്ളത് എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉള്ള കാര്യം, കാരണം കുട്ടിക്കാലം മുതലേ ഞാൻ മുടിയിൽ എണ്ണ പുരട്ടി കഴുകിയതാണ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞു ഈ എണ്ണ തലയിൽ പുരട്ടുന്നത് തനിക്ക് വർക്കാവില്ല, കാരണം അലർജീസ് ഉണ്ട്. അങ്ങനെ ഞാൻ എണ്ണ പുരട്ടുന്നത് നിർത്തി. പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ എണ്ണ എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്കാം ആണെന്ന്. ആ ഡോക്ടർ അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ഹീ ഈസ് ഓൾസോ സ്കിൻ ഡോക്ടർ. അപ്പോൾ ഡോക്ടറിന് എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല, അതൊരു വലിയ സ്കാമാണ്, വലിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി, കാരണം പിന്നീട് വീണ്ടും ഒരു റിവൈവൽ ഓഫ് ഓയിലിംഗ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളെ. അപ്പൊ എൻ്റെ കുട്ടികളോട് വരെ ഞാനിങ്ങനെ സംശയം പറയാം, എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വർക്കാവില്ല എന്നറിയാം. So what exactly are your thoughts about oiling your scalp? Because scalp is also essentially skin. അപ്പോൾ അത് എന്താണ് അഭിപ്രായം? See, oil actually is a good emollient, a lubricant. It's a good thing actually. I'm not against oils at all. Okay. Because ഈ ഓയിൽ എന്ന് പറയുന്ന കോമ്പണന്റ് തന്നെയാണല്ലോ നമ്മുടെ പല മോയ്സ്ചറൈസേഴ്സിനകത്തെയും ഒക്ലൂസീവ് ഹ്യൂമക്റ്റൻസ് ഇമോളിയൻസ് എന്നൊക്കെ പറഞ്ഞ ഡിഫറൻസസ് ഉണ്ട്. അപ്പോൾ അതിലൊരു ഓയിൽ കണ്ടന്റ് അവിടെ കാണും, ലൈക്ക് സൺഫ്ലവർ ഓയിൽ ഓർ സാഫ്ലവർ ഓയിൽ ഓർ an olive oil or even almond oil, coconut oil components. ഇതെല്ലാം നമ്മുടെ മോയ്സ്ചറൈസേഴ്സിനകത്തും ഉള്ള കോമ്പണന്റ് തന്നെയാണ്. So there is nothing like oil is bad. No. Oil is actually good. Okay. So understand that. പിന്നെ ഇത് എന്തിനായി ഓയിൽ ഉപയോഗിക്കുന്നതെന്നുള്ളതിൻ്റെ ക്ലാരിറ്റി വേണം. സോ ഇഫ് യു ഹാവ് തലയിൽ സിബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന താരൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. താരൻ ഹാസ് ഗോട്ട് എ ഡ്രൈ ടൈപ്പ് ആൻഡ് ആൻ ഓയിലി ടൈപ്പ്. I didn't know that. Yeah, there are. So seborrheic dermatitis, സിക്ക എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു കുറച്ച് ഗ്രീസി ആയിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ്. അപ്പോൾ ഓർ തലയിൽ ചിലപ്പോൾ സോറിയാസിസ് പോലുള്ള പാച്ചസ് ആയിരിക്കും. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഡ്രൈ പാച്ച് ഓൺ ദ സ്കിൻ. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയാൽ തലയിൽ നമ്മൾ ഓയിൽ ഇടുന്ന എന്തിനാണെന്ന് മനസ്സിലാവും. ഇഫ് യു ഹാവ് എ ഓയിലി ടൈപ്പ് ഓഫ് ഡാൻഡ്രഫ്, ഡോണ്ട് പുട്ട് ഓയിൽ, യു ആർ ഗോയിങ് ടു ഇൻക്രീസ് ദ പ്രോബ്ലം. പിന്നെ ഡ്രൈ ഡെർമറ്റൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൊറൈസിസ് പോലുള്ള തിങ്സ് ആണെങ്കിൽ ആക്ച്വലി പുട്ടിങ് എ ലിറ്റിൽ ബിറ്റ് ഓയിൽ ഇസ് ഗുഡ്. അതൊന്ന് വാം ഓയിൽ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ഓഫ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. യു ആക്ച്വലി സൂതിങ് ദ സ്കിൻ. സോ യു യൂസ് അക്കോർഡിംഗ്ലി വാട്ട് എവർ ഓയിൽ ഇസ് ഗുഡ് ഫോർ യു. ഓക്കെ. സോ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അടച്ച് ആക്ഷേപിക്കാനൊന്നും പാടില്ല, ബിക്കോസ് ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പീപ്പിൾ പുട്ട് ഓയിൽ ഫോർ ഹെയർ ഗ്രോത്ത്. ഇപ്പോൾ കഷണ്ടിക് ഓയിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അപ്പോൾ മേ ബി ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇൻഗ്രീഡിയൻസ് വിച്ച് ദേ പുട്ട് ഇൻസൈഡ് ദാറ്റ്. അതിൽ ഇൻഫ്യൂസ് ചെയ്യുന്നുണ്ടാവും. They're putting a lot of stuff so that it becomes like a carrier, it goes inside. So scientifically formulated aanannundengil maybe that may also work. But it's not like blanket rule that this will not work or this will work. Ipo കഷണ്ടിക്ക് ചുമ്മാ നമ്മൾ എണ്ണ കോക്കനട്ട് ഓയിൽ പുരട്ടിന്ന് ഒന്നും സംഭവിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഗ്രോ ബിക്കോസ് ഇറ്റ് ഈസ് ഗോട്ട് അതർ റീസൺസ് ഫോർ ദാറ്റ്. അതിന് ജെനറ്റിക് റീസൺ, ഹോർമോണൽ റീസൺസ് ഒക്കെ ഉണ്ട്. അത് അഡ്രസ്സ് ചെയ്യാതെ ഓയിൽ ഇട്ടിട്ട് ശരിയാക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കില്ല. സോ അണ്ടർസ്റ്റാൻഡ്. സോ ദർ ഈസ് നത്തിങ് ലൈക്ക് ദിസ് ഇസ് ഗുഡ് ഓർ ബാഡ്. ഇപ്പോൾ പീപ്പിൾ യൂസ് റോസ്മേരി ഓയിൽ. റോസ്മേരി വാട്ടർ ഇത്തിരി ഹൈപ്ഡ് ആണ് ബിക്കോസ് റോസ്മേരി വാട്ടർ പുറത്തു നിന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ എൻ്റെ ഹെയർ മുടി കിളിച്ച് വന്നു എന്ന് പറയുന്നവരുണ്ട്. അവരെ ഒന്ന് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90% ഓഫ് ദ പീപ്പിൾ വേർ സഫറിങ് ഫ്രം സംതിങ് കോൾ ഈ അക്യൂട്ട് ഒരു ടീലോജൻ എഫ്ലൂവിയം എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്കൊരു പനി വന്നിട്ട് കുറച്ച് മുടി പോയി, അല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി യു ഹാവ് എ ലിറ്റിൽ ഹെയർ ഫോൾ ഓർ സം സ്ട്രെസ് or a food or a nutritional deficiency caused hair fall. അത് നമ്മൾ ന്യൂട്രീഷണലി കറക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ സാഹചര്യം പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ തിരിച്ചു വരിക.
Okay. Even if you don't do anything on the scalp. Okay, so you use a certain oil, it works as a placebo also. Understood. So you are using certain things. ഇപ്പോൾ കഷണ്ടിക്കാർക്ക് റോസ്മേരി ഓയിലോ വാഷർ ഇത് ഒഴിച്ചിട്ട് വന്നായിട്ട് ചരിത്രമില്ല. Because it will not grow. It will not grow with that. So it can be an ingredient in any of the products. Scientifically formulated ആണ്. ഹെയർ റൂട്ട്സിനകത്ത് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ അത് ഫോർമുലേറ്റഡ് ആണെങ്കിൽ വർക്ക് ചെയ്തുകൂടായില്ല. So I always dissect it and see what is what. അതിൽ എത്രത്തോളം truth ഉണ്ട് and what was your diagnosis, why you used it. And on hair itself, because it's such a concern for so many people, including myself, I feel that there are a lot of products like Redensil, active ingredients like Redensil, minoxidil, idokke serums item, oilum okke varunnaanu. What are your thoughts on these items, these ingredients that are there? These are good. Okay. These are good items because Redensil, Capexil, Bicapil, there are so many, Procapil, all are peptides. ഇതെല്ലാം റീസർച്ച് മോളിക്യൂൾസ് ആണ്. പക്ഷേ നമുക്ക് ഒരു മെഡിക്കൽ പ്രിസ്ക്രിപ്ഷനിൽ വരുമ്പോൾ അതിന് കോൺസെൻട്രേഷൻസ് കുറച്ച് ഓപ്റ്റിമം കോൺസെൻട്രേഷനിൽ കാണും. ഇപ്പോൾ ഒരു സാധനത്തിൽ Redensil ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് വാസ് ദ കോൺസെൻട്രേഷൻ ദ Redensil ഇൻസൈഡ് ദാറ്റ്, വെദർ ഇറ്റ് വാസ് 1% or 3% or more than that, or how was it formulated so that it can penetrate the hair follicles. അപ്പോൾ അതുകൊണ്ട് രണ്ട് ബോട്ടിൽസ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബിക്കോസ് ദ ഫോർമുലേഷൻ വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. ദീസ് തിങ്സ് ആർ ഗുഡ്. അതുകൊണ്ട് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലും ഈ മോളിക്യൂൾസ് കാണും, മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഈ മോളിക്യൂൾസ് ഉണ്ട്. അപ്പം ആ മോളിക്യൂൾ ഉണ്ട് എന്ന് വെച്ചിട്ട് ഇറ്റ് മേ നോട്ട് ബി ദ സെയിം. Right. How it has been combined and how it is getting into. Ellam is skincare, everything is how it gets absorbed into the skin and where it's going to work. And how much concentration how much concentration and is it reaching the target space where it has to go. അതിലെ കീ പോയിന്റ് എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ അത് അസസ് ചെയ്താലേ അതൊരു ഒരു ക്വാളിഫൈഡ് പ്രൊഫഷണൽ അസസ് ചെയ്താലേ അത് നമുക്ക് എഫക്റ്റീവ് ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ഓവർ ദ കൗണ്ടർ എന്ത് സാധനം എടുത്താലും അത് എഫക്റ്റീവ് ആവണം എന്നില്ല, ജസ്റ്റ് ബിക്കോസ് ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ്. നിങ്ങൾക്ക് അത് തന്നെ ആയിരുന്നു വേണ്ടിയിരുന്നെന്ന് അറിഞ്ഞുകൂടാ. വെരി ബ്യൂട്ടിഫുൾ പോയിന്റ് ദാറ്റ് യു റേസ് ദർ. നിങ്ങൾക്കത് വേണോന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. വെരി നൈസ്. നൗ ടോക്കിംഗ് അബൌട്ട് ദ ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഇന്ന് for all people above the age of 30, anti-aging products. Okay. Anti-aging എന്ന് പറയുമ്പോൾ അത് തന്നെ again you have like multiple എന്താ പറയാ verticals ആ ഇൻഡസ്ട്രിയിൽ, which is one wrinkle care or it could be black spots. പിന്നെ അതിന്റെ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ് തന്നെ വേറൊരു ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് സ്പേസ്. longevity, biohacking, nutrition. അപ്പോൾ 20 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലോട് ചോദിക്കുകയാണ്, ഹൗ ഹാവ് യു സീൻ ദിസ് ഇൻഡസ്ട്രി ഗ്രോ ആൻഡ് അതിൽ എങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ആണ് വന്നതും ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത്? That's a huge topic for another one big podcast, I would think, because that's very interesting and that's what the world is going towards. പക്ഷേ you have to be very careful about and practical about it, because anti-aging എന്ന് പറയുന്നത് നമുക്ക് ഡെത്ത് ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ. സോ യു ആർ ചേസിങ് സംതിങ്, സം ഐഡിയൽ. ഡെത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ സെല്ലുലർ ലെവലിൽ വരെ. ഒരു സെൽ ഡെത്ത് ഉണ്ടാവാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും ഒരു സ്പാൻ ഉണ്ട്. ആ സ്പാനിനെ എങ്ങനെ മാക്സിമൈസ് ചെയ്ത് ഫങ്ഷണലി കൊണ്ടുപോകാം, ഇത് തന്നെയാണ് എല്ലായിടത്തും റീസെർച്ച് നടക്കുന്നത്. റൈറ്റ് ഫ്രം ഡെർമറ്റോളജി, റൈറ്റ് ഫ്രം അതർ ഇന്റേണൽ ലോഞ്ചിവിറ്റി, ന്യൂട്രീഷൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മേ ബി ജസ്റ്റ് ഓൺ ദ സ്കിൻ പെർസെ, ഒരു സ്കിൻ ഇതിൽ നിന്ന് നോക്കുകയാണെങ്കിൽ somebody who comes to me and say എനിക്ക് ആൻറ്റി ഏജിങ് ഒരു ക്രീം തരാമോ? This is one common question. ആണോ? Yeah. Okay. So I have to see actually cream കൊണ്ട് എന്ത് പോകും എന്നാണ് നിങ്ങളുടെ what do you think? What do you actually want to change? So some people say that and I'm looking different now. As vague as that. പണ്ട് പോലെയല്ല ഞാനിപ്പോൾ ഇരിക്കുന്നത്.
Okay. എനിക്ക് മാറ്റി തരണം. Or I have specific problem. Somebody will say I have this coming up or I this coming up. So I'm looking. So അപ്പോൾ രണ്ടുപേർക്കും തമ്മിൽ റിയാലിറ്റി ആയിട്ടൊന്ന് ആദ്യം മാച്ച് ചെയ്യാന്നുള്ളതാണ്. വാട്ട് ആർ യു തിങ്കിങ് ഫോർ? ഒരു ക്രീം ഇട്ടാൽ എന്ത് പോകും എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. So I have to explain to them actually what is the problem with their skin or the face or the thing right now. ഇപ്പോൾ ഏജിങ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ബോൺ ഉണ്ട്, മസിൽ ഉണ്ട്, അതിൻ്റെ മേലെ കുറച്ച് ഫാറ്റ് ഉണ്ട്, അതിൻ്റെ മേലെ സ്കിൻ ഉണ്ട്. അപ്പോൾ സ്കിൻ ഇസ് ദ ലാസ്റ്റ് ലെയർ. സോ ദർ ആർ സോ മെനി അതർ ലെയേഴ്സ് ഇൻസൈഡ് വിച്ച് ആർ ഈക്വലി ഏജിങ്. അപ്പോൾ നമ്മുടെ ഫേസ് ഒരു പ്രായത്തിൽ കഴിഞ്ഞ് ഒരു വയസ്സിലേക്ക് മാറുമ്പോൾ ബോൺ സ്ട്രക്ചർ പതുക്കെ ചുരുങ്ങും. കണ്ടിട്ടില്ലേ? വലിയ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ആൾക്കാർ വയസ്സായി കഴിയുമ്പോഴത്തേ ദേ ബിക്കം വെരി സ്മോൾ, റൈറ്റ്? സോ ദ ബോൺ സ്കെലറ്റൽ സ്ട്രക്ചർ ഗോസ് ഡൗൺ. സോ things happen on the face also. അപ്പോൾ എന്ത് പറ്റും? ഈ വെളിയിലുള്ള സാധനം കുറച്ച് എക്സ്ട്രാ ആയി പോകും. So if you have more of fat, it just droops. That's what you call as a sagging. നമ്മുടെ അടിയിലുണ്ടായിരുന്ന മസിൽസിനും ഫാറ്റിനെയൊക്കെ പിടിച്ചു വെച്ചിരുന്ന ലിഗമെന്റ്സ് ഒക്കെ ഒന്ന് ലൂസായി പോകും. അപ്പോൾ അതും ഒന്ന് ലൂസാവും. അതിൻ്റെ മേലെ ഇരുന്ന സ്കിന്ന് മേ ബി അതിൻ്റെ കൊളജന് പോയപ്പോൾ അത് ഇച്ചിരി ലൂസായി, സാഗിങ് ആവും. സോ ഇറ്റ്സ് ലൈക്ക് എ ടോട്ടൽ തിങ്. ഹൗ ആം ഐ ഗോയിങ് ടു കറക്റ്റ് ഇറ്റ് വിത്ത് എ ക്രീം? സോ ചിലപ്പോൾ ഫേസ് ഇങ്ങനെ ടൈറ്റ് ആവും. ഒന്ന് ഇങ്ങനെ ആയാൽ മതി ഡോക്ടറെ എന്ന് പറയും. ഇത്രയും ഇങ്ങനെ ഒന്ന് കിട്ടിയാൽ മതി. ഐ സെഡ് ദിസ് ഇസ് ദ മോസ്റ്റ് ടഫ് thing that we have to do. ഇങ്ങനെ പൊങ്ങണമെങ്കിൽ it is not easy. Okay, so we have to first reality match വരണം. സ്കിൻ ക്വാളിറ്റി മാത്രം ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മുടെ സ്കിൻ കെയർ ക്രീംസ് എല്ലാം ഉപയോഗിക്കുന്നത്. യോർ എപ്പിഡെർമൽ പുറത്തുള്ള സ്കിൻ, അതായത് നമുക്ക് ഹൈഡ്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്കിൻ ക്രീംസ് കൊണ്ട് അത് നടക്കും. ഇതിനകത്തോട്ട് ഇത് പ്രത്യേകിച്ച് പ്രവേശനമൊന്നുമില്ല ഒന്നിനും. ഓക്കെ, ആ കൊളജൻ ലെവൽ എന്ന് പറയുന്നത് ഈ എപ്പിഡെർമിസിൻ്റെ താഴെയാണ്. അപ്പോൾ അതിലേക്ക് ഒരു സാധനവും പ്രവേശിക്കത്തില്ല. പക്ഷേ അവിടെയാണ് നമുക്ക് പ്രവേശനം വേണ്ടതും. ടു ഇംപ്രൂവ് ദാറ്റ് ലെയർ വിച്ച് ഹസ് ഗോട്ട് ദ കൊളജൻ, ഇലാസ്റ്റിൻ, ഹൈലറോണിക് ആസിഡ്, ഇതൊക്കെ ഇരിക്കുന്ന ഒരു ലെയർ ഉണ്ട്. അതാണ് നമ്മളിങ്ങനെ സോഫ്റ്റ് ആൻഡ് നൈസ് ആൻഡ് ഇതാക്കുന്നത്. സോ അവിടേക്ക് എത്തേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിലുണ്ടെങ്കിൽ creams will start working. Okay, so you can ask your doctor and sit with the doctor and holistically ആലോചിക്കുക എവിടെയൊക്കെ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വെക്കാൻ പറ്റും. ഇഫ് യു ഹാവ് എ സാഗ്, യുവർ ഫേസിലെ ഫാറ്റ് പാഡ്സ് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങ് താഴോട്ട് അത് മെൽറ്റ് ചെയ്യണ മാതിരി താഴെ വരും. കുറേ ഫാറ്റ് പാഡ്സ് ഉണ്ട് നമുക്ക്. ഇഫ് യു അനലൈസ് അനാറ്റമി, മുഖത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇഷ്ടംപോലെ ഫാറ്റ് പാഡ്സ് ഉണ്ട്. ദേ മൂവ്. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു ഫ്രഷ് തലേണ എടുത്ത് നോക്ക്, എങ്ങനെ ഇരിക്കും? ഇറ്റ് ലുക്ക് വെരി ഈവൻ. കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ക്ലംപ് ചെയ്ത് വരത്തില്ലേ? അതുപോലെയാണ് ഈ ഫാറ്റ് സെൽസ് ഇങ്ങനെ മാറി പോകും. സോ യു ഹാവ് സർട്ടൻ റിഡ്ജസ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ആ റിഡ്ജസ് ആണ് ഇവിടെ ഒക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ക്രീം ഇട്ടാൽ പോകാൻ പറ്റും? ദർ ഇസ് സംതിങ് ലോസ്റ്റ് ഫ്രം ദർ. സോ യു ഹാവ് ടു ഫിൽ ദാറ്റ് ഏരിയ. ദാറ്റ്സ് വേർ ദ ലിറ്റിൽ ബിറ്റ് ഓഫ് ഫില്ലേഴ്സ് കം. മനസ്സിലായി? യു ഹാവ് ടു ഫിൽ ദാറ്റ് ഏരിയ ഓർ യു ഹാവ് ടു ടൈറ്റൻ അപ്പ് യുവർ ലിഗമെന്റ്സ് വിച്ച് ഹാവ് ബിക്കം ലൂസ്. അപ്പോൾ യു ഡു സംതിങ് ഫോർ ദ ലിഗമെന്റ്സിൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി ബേസ്ഡ് ഡിവൈസ് വേണം, എന്നാലേ അത് ഒന്ന് ടൈറ്റ് അപ്പ് ആവുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി സിറ്റ് ആൻഡ് ഡിസ്കസ് ആൻഡ് ഗിവ് ദം എ പ്ലാൻ അബൌട്ട് വാട്ട് ടു ഡു. ഇതെല്ലാം അവരവരുടെ എക്സ്പെക്ടേഷൻസ് പോലെയാണ്. ഇപ്പോൾ സംബഡി സേസ് ഇറ്റ്സ് ഓക്കെ മാം, ഐ ഡോണ്ട് വാണ്ട് ഇതൊക്കെ അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ ഫൈൻ, ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഐ എം നോബഡി ടു ജഡ്ജ് സംബഡീസ് preferences and their ways and how they want to look. So anti-aging treatment ഏത് കാലഘട്ടത്തിലും നമുക്ക് ചെയ്യാം. ഈ യങ്ങർ അഡൾട്ട്സിൽ നല്ല സൺസ്ക്രീൻ, നല്ലൊരു മോയ്സ്ചറൈസറും അവരുടെ ന്യൂട്രീഷൻ, മെൻ്റൽ ഹെൽത്ത്, എക്സസൈസ്, സർക്കുലേഷൻ ഇതൊക്കെ കറക്റ്റ് ചെയ്യുന്നതാണ് ആ പ്രായത്തിൽ ആൻറ്റി ഏജിങ്. മനസ്സിലായോ? ഒരു 30s or 40s ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഒരുപാട് വരുന്ന സമയമാണ്. ആ സമയവും നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും ഹോർമോണൽ റെഗുലേഷനും ഒക്കെ ചെയ്ത് അബ്സല്യൂട്ട് ഹെൽത്തിലിരിക്കുന്നത് തന്നെയാണ് അവരുടെ ആ സമയത്ത് ആൻറ്റി ഏജിങ്. പ്ലസ് പ്രോഡക്ട്സ് വിച്ച് മേ ഹെൽപ്പ്, ബിക്കോസ് ഡീഗ്രേഡ് ചെയ്ത് പോവല്ലേ, അതിന് കുറേയൊക്കെ പ്രോഡക്ട്സ് വേണം. എന്തെങ്കിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. Another category is 50 plus or 60 plus. I have patients 70 plus, 75 plus. They want to look good at their age. So then we just think, ഇത്രയും കാലം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ആ സ്കിന്നിൽ ചിലപ്പോൾ കാണും. So what can be done at that point to help them look good? ഓക്കെ, സോ ഇതെല്ലാം ഓരോ മാത്സും സയൻസും പോലെ തന്നെയാണ്. നമ്മളൊരു ഡയഗ്നോസ്, ഇപ്പോൾ ഒരു അസുഖം വന്ന് ഏത് മരുന്ന് കൊടുക്കണം, എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെയാണ് വാട്ട് വി സോർട്ട് ഇറ്റ് ഔട്ട്.
Okay. In our clinic. So sit and discuss what can be added. Anti-aging is one huge thing. There is no one cream which can actually correct all your problems. You know, doctor, there are some 10 questions in my head right now. What can I do? ഞാൻ അത് എഴുതി വെക്കുകയാണ്, കാരണം ഞാൻ പിന്നെ മറന്നു പോകും. അപ്പൊ അതിനു മുമ്പ് നേരത്തെ എനിക്കൊരു സംശയം വന്നാണ്, ഈ പേഷ്യൻസ് വരുമ്പോ അവര് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? If you could name like 2-3 of them. Just like I told you, I am not looking the same. Okay, common things like I have patches or melasma or pigmentation, hormonal pigmentation, facial pigments, adu correct cheyan pattumo ennulla chodyam. Then comes I tan easily. പുറത്ത് പോയി 2 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ എൻ്റെ മുഖം കംപ്ലീറ്റ് കറുത്തിരിക്കും, ഇവിടുന്ന് മേൽപോട്ട് വേറൊരു നിറമാണെന്നൊക്കെ പറയും. അപ്പോൾ ദാറ്റ് ഈസ് വൺ ഓഫ് ദ കോമണസ്റ്റ് തിങ്സ് ഇൻ പിഗ്മെൻറ്റിങ് skin. Then of course acne, അതിൻ്റെ സംബന്ധിച്ചുള്ള മേ ബി ഇറ്റ് ഇസ് എ യങ്ങർ അഡൾട്ട്സ് ആയിരുന്നു പണ്ട് കൂടുതലും, പക്ഷേ ഇപ്പോൾ അഡൾട്ട് ആക്നെ ഈസ് ക്വയറ്റ് കോമൺ. ഒരു അഡൾട്ട്ഹുഡിലും ഒത്തിരി പേര് ആക്നെ 35-40 സ്റ്റിൽ ഗെറ്റിംഗ് ആക്നെ ആൻഡ് ദേ ഹാവ് ടു ഫോളോ ഇറ്റ് അപ്പ് വിത്ത് സംതിങ്. അപ്പോൾ അതൊരു റീസൺ. പക്ക ആൻറ്റി ഏജിങ് ആയിട്ട് ഇപ്പോൾ ദർ ആർ സോ മെനി പീപ്പിൾ ഹു കം ആൻഡ് ഐ വാണ്ട് എ ബോട്ടോക്സ്, ഐ വാണ്ട് എ ഫില്ലർ, ഐ വാണ്ട് ദിസ്, ഐ വാണ്ട് ദ ലിപ്സ് ടു ബി ബെറ്റർ, ഐ വാണ്ട് my hand rejuvenation to be. ഇങ്ങനെ ചോദിച്ചു വരുന്നവർ ഒത്തിരി പേരുണ്ട്. ബിക്കോസ് അങ്ങനെ so these are very interesting questions. Again some people may come, എൻ്റെ വീട്ടിൽ എല്ലാവരും വെളുത്തിട്ടാണ്, ഞാൻ മാത്രമാണ് കറുത്തത്. What can I do? There was a girl who had a lot of pigmentary issues. Her skin was so bad. അപ്പോൾ ഒരു ബാഡ് ആയി കഴിയുകയും കുറച്ച് സൊസൈറ്റിയൽ പ്രഷറും കൂടെ വന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ she kept on using so many products on her skin which in turn made her skin so bad. അപ്പോൾ ഇനി അതിൽ നിന്ന് എങ്ങനെ പുറന്നു വരണമെന്ന് അറിഞ്ഞൂടാ. So at that point when we reversed the whole stuff, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് അവളുടെ നോർമൽ സ്കിന്നിലോട്ട് വന്നപ്പോൾ പറയാ 23 years this is the best skin I am seeing. I said you had a best skin and a good skin to start with. You only complicated the whole stuff. മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ കുറേ കോംപ്ലിക്കേറ്റഡ് സ്കിൻ വരും. അതായത് ഇപ്പോൾ കൂടുതലാണ് കാണുന്നത്. ലൈക്ക് പീപ്പിൾ അബ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരിയും പ്രോഡക്ട്സ് യൂസ് ചെയ്ത് അലർജിക് റിയാക്ഷൻസ് ഒക്കെ. അപ്പോൾ വി സീ ഓൾ ദോസ്. അപ്പോൾ ദീസ് ആർ ദ ക്വൈറ്റ് കോമണസ്റ്റ് ക്വസ്റ്റ്യൻസ് വിച്ച് കം ടു അസ്. ഇപ്പം ഞാൻ എൻ്റെ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണോ ഡോക്ടർ ഒരു എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ കുറവ് കാരണം നമുക്ക് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഡു യു ലുക്ക് അറ്റ് ഇറ്റ്? What are the nutritional deficiency that you try to overcome? That depends on what are we seeing. If somebody comes with pigmentations, ഇപ്പോൾ ഒരാൾ ഹെയർ ഫോൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ we'll get an idea while we take the history about what is it, ഇത് എത്ര കാലം കൊണ്ടുള്ളതാണ്, ക്രോണിക് ആണോ, അക്യൂട്ട് ആയിട്ട് ഇപ്പോൾ വന്ന ഒരു സംഭവമാണോ. അപ്പോൾ sometimes we may not need anything because with the history it's so clear. She had a pregnancy and a hair loss. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് നറിഷ് ചെയ്ത് ഒന്ന് അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി പോയി കഴിഞ്ഞാൽ അത് ഇറ്റ് വിൽ കം ബാക്ക് ടു നോർമൽ. സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വി ഗെറ്റ് from the history and the examining part. ഇപ്പോൾ എല്ലാവരുടെ ഹെയർ ഫോൾ ഒന്നും തന്നെ ആവണമെന്നില്ലോ. ചിലപ്പോൾ ചില സ്കാറിങ് അലോപേഷ്യ എന്നൊക്കെ പറയും, അതായത് മുടി തിരിച്ചു വരാത്ത ടൈപ്പ് ഓഫ് സ്കാർഡ് അലോപേഷ്യ ഒക്കെ ഉണ്ട്. അതാണോ അല്ലേ എന്നുള്ളത് at that point we do a skin biopsy and see. So likewise what is the thing that they are coming for? Normally പറയുകയാണെങ്കിൽ ഒരു complete blood count, their thyroid levels, their vitamin D3 level, B12 levels, calcium levels, ferritin level, ഇതൊക്കെ ഒരു ബേസിക് സ്കിൻ ഹെൽത്തിന് അത്യാവശ്യമാണ്. ഇതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഓക്കെയാണ്. അതിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ദെൻ കംസ് ദ ഹോർമോണൽ പ്രൊഫൈൽ. If we see that if hair fall is because of a pattern കാണുമ്പോൾ ഹോർമോണൽ പാറ്റേൺ ആണെന്ന് തോന്നുന്നെങ്കിൽ we ask them to get a hormonal profile. ചിലപ്പോൾ ultrasound scan. A lot of times we pick up a lot of stuff while we investigate for this. ഹെയർ ഫോൾ വരുമ്പോൾ ഒത്തിരി റുമറ്റോയിഡ് ഡിസീസസ്, ANA പ്രൊഫൈൽ പോസിറ്റീവ് ആയിട്ടുള്ള ഓട്ടോ ആൻറ്റിബോഡീസ് ഉള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൻ്റെയൊക്കെ ആദ്യത്തെ ലക്ഷണം ചിലപ്പോൾ നിർത്താത്ത ഹെയർ ഫോൾ ആയിരിക്കും. അപ്പോൾ വെൻ വി സീ ദാറ്റ് പാറ്റേൺ കപ്ലിംഗ് വിത്ത് ദാറ്റ് ഹിസ്റ്ററി, അപ്പോൾ വി ഗോ ടു ദാറ്റ് ഇമ്മ്യൂൺ പ്രൊഫൈൽ നോക്കാൻ പറയും. അങ്ങനെ പലതും ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഈസ് ദ പ്രസൻറ്റേഷൻ, ഹൗ വി കോൾ ഇറ്റ് ദാറ്റ്, ഹൗ ദ പേഷ്യൻറ്റ് പ്രസൻറ്റ്സ് ടു അസ്, ഹൗ ദ പേഴ്സൺ കംസ് ഇൻ
talks to us. So we can there. Ideally, ഞാൻ ആദ്യം പറഞ്ഞ few ആണ്. It's a very basic things that we look for. ഇത് ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. യു ബേസിക്കലി ആർ ഡിഗിങ് ഡീപ്പർ ഇൻടു ദ presentation. Skin is always not skin deep. Skin is always not. നേരത്തെ ഞാൻ പറഞ്ഞു ബ്യൂട്ടി ഈസ് നോട്ട് സ്കിൻ ഡീപ്പ്. സ്കിൻ ഇസ് ഓൾസോ നോട്ട് സ്കിൻ ഡീപ്പ്. അല്ലാതെ ഇതിലേക്ക് ഇനിയും നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇത്തിരൂടെ ക്ലാരിറ്റി വേണം ഡോക്ടർ ഓൺ വാട്ട് യു ടച്ച്ഡ് അപ്പോൺ ഏർലിയർ, വിച്ച് ഇസ് നമ്മുടെ സ്കിന്നിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്. ഡോക്ടർ പറഞ്ഞല്ലോ എപ്പിഡെർമിസ് ഉണ്ട്, അവിടെ എന്താണ് ഒരു ബാരിയർ ഉണ്ട്. True. Yeah, because അത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ basically we'll understand what treatments are good for us. Okay, because skin is a very thin thing. ഒരു few millimeters മാത്രമേ അതിന് കട്ടിയുള്ളൂ. ഇത്രേ ഉള്ളൊരു സാധനമാണ്. ഓക്കെ, ഈ സാധനത്തിന് ദാറ്റ് ഈസ് എ വെരി ടഫ് ലെയർ. എന്ന് വെച്ചാൽ നമ്മുടെ എൻവയൺമെൻറ്റുമായിട്ടുള്ള ആദ്യത്തെ ബാരിയറാണ്. അപ്പോൾ അത് ഇത്രേ മില്ലിമീറ്ററേ ഉള്ളൂവെങ്കിൽ അത് വൺ ഓഫ് ദ ടഫസ്റ്റ് തിങ്സ് ആണ്. ഇറ്റ് ഹാസ് ടു ഡീൽ വിത്ത് ദ സൺ, ദ സ്വെറ്റ്, ദ ഹീറ്റ്, കോൾഡ്, വിൻഡ്, ഓൾ അബ്യൂസസ് നമ്മുടെ സ്കിന്നെ കൂടെ പാസ് ചെയ്ത് പോകണേ. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഇൻറ്റേർണൽ സർക്കുലേഷനെയോ ഇൻറ്റേർണൽ സിസ്റ്റത്തിനെയോ ബാധിക്കാനും പാടില്ല. അപ്പോൾ അത്രയ്ക്ക് റെഗുലേറ്ററി കപ്പാസിറ്റീസ് ഉള്ളൊരു സാധനമാണ് ഈ സ്കിൻ. അതുകൊണ്ടാണ് പലപ്പോഴും വെൻ പീപ്പിൾ അബ്യൂസ് സ്കിൻ ആൻഡ് പീപ്പിൾ ക്ലെയിം to be skin specialist without understanding what this is, we all feel so bad about that, because it is not what you think it is. It's got a lot of adine immune system undu, idil thanne immune system undu, idil thanne screening undu. Ipo namukku oru bacteria vannu, oru fungus vannu, nammade chuttotte ethro fungus and bacteria undu. Idu endondu nammade skin agathu kadakkunilla, because there is a system built inside that. Okay, appo adile skin can be divided into an epidermis and a dermis. Okay, ഈ എപ്പിഡെർമിസ് എന്ന് പറയുന്നതാണ് 8-9 ലെയേഴ്സ് ഉള്ളത്. അതാണ് ഇങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിലാണ് നമ്മുടെ മെലാനിൻ ലെയർ ഇരിക്കുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും എപ്പിഡെർമിസിലിരിക്കും, അൺലെസ് ദർ ഇസ് സംതിങ് കോൾഡ് എ ഡെർമൽ മെലനോസിസ്. അതൊരു ഡിസീസ് കണ്ടീഷനാണ്. പക്ഷേ ബാക്കിയുള്ള ടാന് ഇത് എല്ലാം മോസ്റ്റ്ലി ഇറ്റ് ഇസ് സൂപ്പർഫിഷ്യൽ ഓൺ ദ എപ്പിഡെർമൽ ലെയേഴ്സ്. പക്ഷേ സൂപ്പർഫിഷ്യൽ എന്ന് പറയുമെങ്കിൽ അതിന് ഇത്രയും ലെയർ ഉണ്ട്, ബട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ എക്സ്റ്റേണൽ ലെയർ. അപ്പോൾ അവിടെയാണ് ഡെഡ് സ്കിൻ ലെയർ ഇരിക്കുന്നത്. ഈ ഡെഡ് സ്കിൻ ലെയർ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഇരിക്കുന്ന ലെയർ അല്ല, അതാണ് പ്രൊട്ടക്റ്റീവ് ലെയർ. ജീവനില്ലാത്ത ഒരു ലെയർ മേലെ ഇരിപ്പുണ്ട്, ടു പ്രൊട്ടക്ട് ദ ലിവിങ് ലെയേഴ്സ് അണ്ടർ. Understand? So when the melanin goes high and high, അപ്പോൾ നമ്മൾ ഈ എക്സ്ഫോളിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ you are taking away the ഡെഡ് സ്കിൻ which was actually protecting the skin. അപ്പോഴാണ് ഇത് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. സ്കിന്നിന് മനസ്സിലാവും എന്തോ നടക്കുന്നു പുറത്ത്. They get feedback. So they start inflammatory. അത് പുഷ് ഔട്ട് ചെയ്യാനായിട്ട് അത് ഭയങ്കര ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും. So dead skin layer is there for a reason. So it is not something to be exfoliate on a daily basis. Okay, അതുണ്ട്. Then comes ആ ലെയർ കഴിഞ്ഞ് മെലാനിൻ കണ്ടല്ലോ, അതിൻ്റെ താഴെ ഡെർമിസ് ഉണ്ട്. ഡെർമിസും എപ്പിഡെർമിസും തമ്മിലൊരു വെരി ടൈറ്റ് ജംഗ്ഷൻ ഉണ്ട്, ഡെർമോ എപ്പിഡെർമൽ ജംഗ്ഷൻ എന്ന് പറയും. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പാസ് ചെയ്ത് പോകത്തില്ല. അതാണ് ഒരു. അപ്പോൾ അതിൻ്റെ താഴെയാണ് യു ഗെറ്റ് കൊളജൻ, ഇലാസ്റ്റിൻ, ഹൈലറോണിക് ആസിഡ്, ഓൾ ലെയേഴ്സ് വിച്ച് മേക്ക് ദ സ്കിൻ സോഫ്റ്റ്, സപ്പിൾ. അത് അവിടെയായിരിക്കും. അപ്പോൾ മേലെ പിഗ്മെൻ്റായി, താഴെ കൊളജനായി. ഓക്കെ, സോ കൊളജൻ ലെയറിലോട്ട് നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പെനിട്രേറ്റ് ദിസ്. അപ്പോൾ ഈ ഹൈലറോണിക് ആസിഡ് ക്രീമും ഒക്കെ ഇങ്ങനെ വാരി പരത്തുന്നതിൽ ഒരു കാര്യമില്ലെന്നാണ്. ഒരു എക്സ്റ്റെൻഡ് വരെ കാര്യമില്ല. Oh my God. Because ഹൈലറോണിക് ആസിഡ് അല്ലാതെ തന്നെ ഞാൻ ഈ നേരത്തെ ഓയിൽസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ അതൊരു ഹൈഡ്രേറ്റിംഗ് തിങ് ആണ്, ഒരു ഹ്യൂമെക്റ്റൻ്റ് ആണത്. അത് അതിൻ്റെ മേലെ ഇരിക്കുമ്പോൾ ഇറ്റ് അട്രാക്ട്സ് വാട്ടർ ഫ്രം ദ ഡീപ്പർ സ്ട്രക്ചേഴ്സ് ആൻഡ് കീപ്സ് ഓവർ ഹിയർ. അപ്പോൾ ആ കാര്യം അത് ചെയ്യും. അപ്പോൾ സ്കിന്ന് കുറച്ച് സോഫ്റ്റ്, externally hydrated ആവും. അപ്പോൾ യു ഫീൽ ദാറ്റ് സംതിങ് ഇസ് ഹാപ്പനിങ് അണ്ടർ. സോ ഇറ്റ്സ് നോട്ട് ആക്ച്വലി ഗോയിങ് അണ്ടർ. പിന്നെ there are many collagen creams. ആൾക്കാർ കൊളാജൻ നന്നാക്കാൻ വേണ്ടി കൊളാജൻ ക്രീംസ് എന്ന് പറഞ്ഞ് മേടിച്ചിടും. ദാറ്റ് വിൽ നോട്ട് ഗോ ഇൻസൈഡ്. ഒരു വിധത്തിന് പോലെ കൊളജൻ ഇസ് എ ബിഗ് മോളിക്യൂൾ. കൊളജൻ കനോട്ട് പെനട്രേറ്റ്. നമ്മൾ കഴിക്കുന്ന കൊളജൻ പോലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ മെൽറ്റ് ചെയ്തിട്ടാണ്, റീകൺസ്ട്രക്ട് ചെയ്തിട്ടാണ് അകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കൂടെ വെച്ചാൽ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? സോ ദാറ്റ് ഓൾസോ മേ ബി ആക്ടിങ് ആസ് എ good moisturizer there.
സോ ആ പുറത്ത് മോയ്സ്ചറൈസ്ഡ് ആകുമ്പോൾ ടു സം എക്സ്റ്റെൻറ്റ് വി ആർ ഓൾ ഹാപ്പി ബിക്കോസ് സ്കിന്നിൽ ഈ വെരി ഫൈൻ റിങ്കിൾസ് ഉണ്ട്. ഈ ഫൈൻ റിങ്കിൾസ്, ഏറ്റവും ഫൈനസ്റ്റ് റിങ്കിൾസിനെ നമ്മൾ കുറച്ചൊന്ന് ഹൈഡ്രേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ലുക്ക് ബെറ്റർ. So you will be happy. അതെ, ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു 5 ഡബ്ബയെങ്കിലും എടുത്ത് കളയേണ്ടി. In fact, my dermatologist was telling me, why you applying all these collagen creams, have some supplements instead. അപ്പോൾ നമുക്ക് കൊളേജൻ ലെവലിൽ ഇംപ്രൂവ്മെന്റ് വരുത്തണമെങ്കിൽ either you give it as supplement or you do something to pierce that. അവിടെയാണ് ഈ needling therapies, injectables, അല്ലെങ്കിൽ you put some fillers, biostimulators or lasers and things like that, go deeper and do some inflammation there. അത് വരുമ്പോഴത്തേക്ക് കൊളേജൻ റീമോഡലിങ്ങും കുറച്ച് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരും. സോ ദാറ്റ്സ് ഹൗ വി ഹാവ്, ദാറ്റ്സ് വൈ അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഇസ് സോ 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 ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ എടുത്തിടുമ്പോൾ ഇതൊക്കെ അതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഈ കൊളേജൻ ലെയറിൻ്റെ താഴെ ബ്ലഡ് വെസൽസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതെല്ലാം അതുവഴിയാണ് വന്ന് സപ്ലൈ ചെയ്ത് ഹെയർ റൂട്ട്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. എവറിത്തിങ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദറ്റ് കൊളേജൻ ലെയർ. ഈ കൊളേജൻ്റെ അകത്ത് നമ്മൾ അത് ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ഇറ്റ്സ് ലൈക്ക് എ ഫൈബർ. ഈ ഇലാസ്റ്റിൻ, കൊളേജൻ എന്ന് പറഞ്ഞ 2 ഫൈബേഴ്സ് ഉണ്ട്. അത് കിടക്കുന്നത് ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു ബെഡിലാണ്. ഹൈലറോണിക് ആസിഡ് ഇസ് ലൈക്ക് എ സിമെൻറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയും. ഒരു സിമെൻറ്റ് പോലൊരു സാധനം അവിടെ കിടപ്പുണ്ട്. സോ അങ്ങനെയാണ് ഈ ഹൈലറോണിക് ആസിഡ്, കൊളാജൻ എന്നുള്ള വാക്കുകളൊക്കെ നമുക്ക് മാർക്കറ്റിങ്ങിൽ വരുന്നത് തന്നെ. അണ്ടർസ്റ്റാൻഡ്? സോ മനസ്സിലാക്കി ഇതെല്ലാം ഇത്ര തിൻ സാധനത്തിൻ്റെ അകത്താണ് ഈ പറയുന്നത്. This is such a fascinating subject. Now let's talk about fillers, because this is something I'm very curious about. ഈ ബോട്ടോക്സ് ഫില്ലേഴ്സും സാധാരണ ഫില്ലേഴ്സും വേറെ ഫില്ലേഴ്സും ഒക്കെ ഉണ്ടോ? ഈ ഫില്ലർ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഫില്ലേഴ്സാ ഉള്ളത്? ആ ചോദ്യം വെച്ചിട്ട് തെറ്റിപ്പോയി. എന്താ വെച്ചാല് ബോട്ടോക്സ് ഇസ് എ ഡിഫറെന്റ് തിങ്, ഫില്ലർ ഇസ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. Really? There is nothing like Botox filler. No. I have no idea. Thank you. Okay. Tell me. Botox, see, I'll tell what filler is. Okay. What is a parent artham da? Filler. Filler. As simple as that. It's a filler material. നമുക്ക് എന്തോ സാധനം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ you just filling that. That's it. Okay. ഇപ്പോൾ I told you about fat pads which has gone down and melted down, right? Yes. So നമുക്ക് ഫാറ്റ് കൊണ്ടുവരുത്തിക്കാൻ പറ്റത്തില്ല അവിടെ. ഒന്നുകിൽ നിങ്ങൾ ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തിരിച്ച് ഫാറ്റ് വരാൻ പറ്റുമോ എന്ന് നോക്കുക. യു കനോട്ട് ബ്രിങ് ദ ഫാറ്റ് സെൽസ് ബാക്ക് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ട് അവിടെ വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ ഗ്യാപ്സിലേക്ക് യു ആർ പുട്ടിങ് എ സിമെൻറ്റ് ഫില്ലർ മെറ്റീരിയൽ. Okay. That is a filler. Okay, it has to be done on depressions, wherever, either correcting the depressions or transforming it. നമുക്കിപ്പോൾ ചില കീ ഏരിയാസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ട്രാൻസ്ഫോം ദ ഫേസ്. ചില പോയിന്റ്സ് ഉണ്ട് ഇവിടെയൊക്കെ ഇട്ടാൽ കുറച്ച് ലിഫ്റ്റ് ചെയ്യാനും കൂടെയൊക്കെ സഹായിക്കും. സോ ഇത് ഫില്ലിങ് എ സർട്ടൻ ഏരിയ ഓർ ട്രൈങ് ടു മോഡുലേറ്റ് ഇറ്റ് ബൈ ലിഫ്റ്റിംഗ് സർട്ടൻ ഏരിയാസ്. അതാണ് ഫില്ലർ ചെയ്യുന്നത്. whereas Botox is actually not acting upon the skin, not acting upon the fat, it is acting on the muscles of the face. നമ്മുടെ ഫേസിൽ കുറെ എക്സ്പ്രഷൻ മസിൽസ് ഉണ്ടല്ലോ, ഇത് ചിരിക്കുമ്പോൾ വരുന്ന മസിൽസ്, ഓൾ ദോസ് ലോട്ട് ഓഫ് ലൈൻസ് ആർ ബിക്കോസ് നമ്മുടെ ഈ മസിൽ ഇസ് അറ്റാച്ച്ഡ് ടു ദ സ്കിൻ. വേറെ ഒരു ബോഡിയിലെ മസിൽ പോലെയല്ല ഫേഷ്യൽ മസിൽസ്. ഫേഷ്യൽ മസിൽസ് എന്ന് പറയുന്നത് വി കോൾ ഇറ്റ് എസ് മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഓക്കെ, ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ ഒരു 40-40 മസിൽസ് ഉണ്ട്. ഓക്കെ, സോ ദേ ആർ ബേസിക്കലി അറ്റാച്ച്ഡ് ടു ദ സ്കിൻ. സ്കിന്നും അതും കൂടി ഇരുന്ന് മൂവ് ചെയ്യും. ബിക്കോസ് എക്സ്പ്രഷൻ വേണ്ടേ, ചിരിക്കണമെങ്കിൽ ഇത് മൂവ് ചെയ്യണ്ടേ, കണ്ണടയ്ക്കണമെങ്കിൽ ഇത് അടയണ്ടേ. സോ ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദാറ്റ്. ദാറ്റ് കോസസ് റിങ്കിൾസ്. ചിരിക്കുമ്പോൾ യു ഗെറ്റ് ദാറ്റ് ക്രോസ് ഫീറ്റ് റിങ്കിൾസ്, forehead lines and all those stuff. For that, Botox is a muscle relaxant. മസിൽസിനെ പാരലൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ പുട്ട് ദാറ്റ് ദെയർ. ചെറിയ യൂണിറ്റ്സ് പോലെ, അത് എവിടെയും ഫില്ലോ ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ കൊച്ചു കൊച്ചു ഡോട്ട്സ് ആണ്. അവിടെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് മസിൽസ് റിലാക്സ്. So you can smile very confidently without those lines. അപ്പോൾ അവിടെ ഫില്ലറേ ഇല്ല. So why certain people need a filler, why certain people need a Botox depends upon what you are seeing. അപ്പോൾ ഒരു ഡൈനാമിക് ലൈൻസ് ആണെങ്കിൽ, അതായത് നമ്മൾ വർത്തമാനം പറയുമ്പോഴും ചിരിക്കുമ്പോഴും ഒക്കെ കാണുന്ന അനങ്ങുന്ന ലൈൻസ് ആണെങ്കിൽ ഹോപ്പ്ഫുള്ളി അത് ബോട്ടോക്സ് വെച്ചാണ് ട്രീറ്റ് ചെയ്യുക. പക്ഷേ ചുമ്മാ ഇരുന്നാലും കാണുന്ന ഡിപ്രഷൻസ്, വി കോൾ ഇറ്റ് എ സ്റ്റാറ്റിക്
depressions ഉണ്ടെങ്കിൽ you can folds or things, you can do a filler. ഇവിടെ filler ഇത്, or people do lip augmentations and cheek augmentation, chin augmentation. So those are with fillers. ചിന്നിലെ fillers നമ്മൾ correctly place ചെയ്താൽ ഈ double chin hide ആവും. So you put a little filler here and a filler on the jawline and then correct this jawline angle. It will look like as though your double chin has been corrected and you have a nice jawline. Okay, this is like a camouflage, maybe you can say. If പെട്ടെന്ന് ഒരാൾക്ക് ഒരു they have a function or a shoot or something, they want to have a little chisel jawline, അല്ലെങ്കിൽ ആ double chin അത്ര ശരിയാവില്ല. Double chin treat ചെയ്യണമെങ്കിൽ it takes a long time. So fillers can take up that role in a very diligently placed, intellectually placed areas ലാണെങ്കിൽ. ശരിക്കൊരു ആർട്ട് തന്നെയാണ്. It's an art. Basically, fillers is an art because fillers can break or make the face. നമുക്ക് എപ്പോഴും പറഞ്ഞു കേട്ടില്ലേ, ഇത് ചെയ്തിട്ട് അയ്യോ ഇന്ന സെലിബ്രിറ്റി ചെയ്തിട്ട് ഇറ്റ് ലുക്ക് റിയലി ബാഡ്, ഓർ ഫില്ലർ മൈഗ്രേറ്റ് ചെയ്തു, ലിപ്പ് ചെയ്തു. അപ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ ആർട്ട്. യു ഹാവ് ടു ജസ്റ്റ് സീ ഹൗ ദാറ്റ് ഫില്ലർ ഇസ് ഗോയിങ് ടു ബി പ്ലേസ്ഡ് ഇൻ ദാറ്റ് ഫേസ്. ഒരു ചെറിയ ഫേസിന് വലിയ ലിപ്പ്, ഇറ്റ്സ് ബാഡ്. ഈവൻ ദോ ഐ ഹാവ് പേഷ്യൻസ് ഹു കം ആൻഡ് സേ I want more. I say, are you really sure about that? Because sometimes avarku aa sondam perception manasilavatondayirikkum. They think only about lip. They are not thinking about their whole face, how that lip is going to fit into your lip. മനസ്സിലായി. ഇപ്പോൾ ചില സെലിബ്രിറ്റീസിൻ്റെ ലിപ്സൊക്കെ പിക്ചർ കൊണ്ടുവരുന്ന കാണിക്കും, അതുപോലത്തെ ലിപ്പ് എനിക്ക് ചെയ്തു തരാമെന്ന് ചോദിക്കും. അപ്പോൾ ആ ഫേസ് എനിക്ക് ഫേസ് ഫിറ്റിനാവൂല. അപ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഗോസ് വെയർ. അപ്പോൾ ഏതെങ്കിലും പേഷ്യൻ്റ് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ many a times I feel it is our duty to say them that because അവർക്കത് അറിഞ്ഞൂടല്ലോ. ഓക്കെ, അവർ പറയുന്ന അനുസരിച്ച് ചെയ്യാനല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. വിച്ച് ഇസ് ഓഫ് അവരുടെ ഇൻട്രസ്റ്റിൽ അത് കറക്റ്റായിട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് ഗിവ് ഇറ്റ്. മേ ബി ദേ ഹാവ് ഓൾസോ റിസർച്ച്ഡ് അബൌട്ട് ദാറ്റ്. അവരും കുറേ അധികം അതിനെക്കുറിച്ച് ആലോചിച്ചു വന്നു. ദേ വാണ്ട് ദാറ്റ്. ഇഫ് ഐ ഫീൽ ദാറ്റ് ഇസ് ആക്ച്വലി ദ റൈറ്റ് തിങ് ടു ഡു ഓൺ ദ സ്കിൻ, യെസ് വി ക്യാൻ. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് അവർക്ക് അറിഞ്ഞോളൂ, ദേ സീ ദ ട്രെൻഡ്സ്. അത് ട്രെൻഡ് കണ്ടിട്ട് ആ സാധനം നമുക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചോദിക്കാൻ വരുന്നവരുണ്ട്. ചിലർ ജെനുവിൻലി അത് ചോദിക്കാൻ വരുന്നതായിരിക്കും, വെദർ ഇറ്റ് ഇസ് ഗുഡ് ഫോർ മീ ഓർ നോട്ട്. സോ ഇഫ് ഐ സേ നോട്ട്, ദേ ആർ ഹാപ്പി. ഓക്കെ, എന്നാൽ ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ചിലർക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ. അറ്റ് ദാറ്റ് പോയിന്റ് ഐ മേ ടെൽ ദം. ചിലർ വെരി ഒബ്സെസ്ഡ് പീപ്പിൾ ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനൊരു ഗോൾഡൻ റേഷ്യോ ഒക്കെയാണ്. നമ്മൾ ഈ ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ സിമെട്രി, ഹൗ ദിസ് ടു ബി പ്ലേസ്ഡ്, അപ്പോഴേ അതിൻ്റെ ഭംഗി വരുള്ളൂ. ബട്ട് ഈച്ച് ഫേസ് ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ എക്സാക്ട്ലി നമ്മൾ അച്ചിടുന്ന മാതിരി ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഫോർ സർട്ടൻ ഫേസസ്, ഇപ്പോൾ ലിപ്സ് തന്നെ ഇരിക്കുന്നത്, അപ്പർ ലിപ്പ് ആൻഡ് ദ ലോവർ ലിപ്പിന് ഒരു സിമെട്രി, ഒരു പ്രപ്പോർഷൻ ഉണ്ട്. Certain people want the upper lip to be bigger. Adana avരുടെ perception of beauty. പക്ഷേ that may not be the right thing for her face. But they want it like that. So my duty sometimes maybe I'll just tell them, okay, if you want, I'll do it for you. But you just think twice. Or if you are surely okay with that, I may do it with some reluctance. Because ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾ. ഞാൻ when I worked in Middle East, I had a lot of issues with that. Either before I started my clinic in Trivandrum, I was around 9 years old. I was working with Middle East Arab ladies. They have the most unrealistic expectations. They want their eyes to be like this, their cheeks to be like gold, lips to be like that. I mean, all sort of what things. What a challenging space to work in. They wanted to do that. It may not align with my thought at all. If they are so sure about it, it's not a പെട്ടെന്നുള്ളൊരു ഡിസിഷൻ അല്ല, ഇത് അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ചിലതൊന്നും. If that is there, then we have to understand the psyche of the patient. Where is that person coming from? ചിലപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ തോട്ട് പ്രോസസ്, കേരള മൈൻഡ് സെറ്റ്, മലയാളി മൈൻഡ് സെറ്റ് വെച്ചിട്ട് അവിടെ പോയിരുന്നാൽ മേ ബി ദാറ്റ് ഇസ് നോട്ട് ദ വേ ദറ്റ് ദേ ആർ ബിൽറ്റ്. മനസ്സിലായില്ലേ? സോ ഐ എം തിങ്കിങ് വെദർ ഇസ് ജസ്റ്റ് എ കൾച്ചറൽ ഷിഫ്റ്റ്, ഓർ ആം ഐ ആക്ച്വലി അബൌട്ട് ടു ഡെലിവർ ദാറ്റ് തിങ്, ഓർ ഷുഡ് ഐ, ഇസ് ഇറ്റ് ഓക്കെ ഫോർ ഹർ ഫേസ്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. സോ ഇൻ സം പേഷ്യൻസ് യെസ്,
പക്ഷേ മോസ്റ്റ്ലി നോ പറഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ പ്രാക്ടീസിൽ പൊതുവേ ഐ സേ വാട്ട് ഇസ് ദ തിങ് ഫോർ യു ബിക്കോസ് സംടൈംസ് ദാറ്റ് ഇസ് റൈറ്റ് ഫോർ ദം. Oh my God, that's a very tricky space to navigate. അതുപോലെയുള്ള ഒരു കാര്യമാണ് ഗ്ലൂട്ടഥയോൺ IV. ഇപ്പം എല്ലാവരും വളരെ കാഷ്വലി സംസാരിക്കുന്ന ഒരു കാര്യമാണിത്. ലൈക്ക് നമ്മളൊരു പാർലറിൽ പോയി വെറുതെ ഒരു IV എടുത്തിട്ട് വരുന്നവരെ ഒരു കോമൺ ടെൻഡൻസീസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ സ്മോളർ ടൗൺസ്. അപ്പോൾ ഇസ് ദാറ്റ് സേഫ്? അതിലെന്താണ് നമ്മൾ ചിന്തിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ? See, glutathione is a very good antioxidant to start with. Okay. എല്ലാ മെഡിക്കേഷൻ അല്ല, എല്ലാ വിറ്റമിൻസിനെയും പോലെയും ആൻറ്റിയോക്സിഡൻസിനെയും പോലെയും ഇത് ഒരു ആൻറ്റിയോക്സിഡൻറ്റ്. ഇത് വി കോൾ ഇറ്റ് ആസ് എ മാസ്റ്റർ ആൻറ്റിയോക്സിഡൻറ്റ് ബിക്കോസ് അതിന് ഒരുപാട് റോൾസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ ഇഷ്ടം പോലെ റോൾസ് അത് പ്ലേ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡിഫെൻസ് മെക്കാനിസം, നമ്മുടെ ഇമ്മ്യൂൺ റെഗുലേഷൻ, ലോട്ട് ഓഫ് സ്റ്റഫ് അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീച്ചറാണ് നമ്മുടെ ഡാർക്ക് മെലനിനെ ലൈറ്റർ മെലനിൻ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് ദീസ് റോൾസ്, അതിൽ തർക്കമൊന്നുമില്ല. ഗ്ലൂട്ടഥയോൺ ഹാസ് ഗോട്ട് എ ലൈറ്റനിങ് ഇഫക്റ്റ്. ഓക്കെ, ഇറ്റ് ഹാസ് ബിക്കം പോപ്പുലർ. സയൻസ് അതിനെ ബാക്കപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുന്നേ സ്കിൻ കെയർ ഇൻഡസ്ട്രി ഹസ് popularized it in a huge way. Okay. Like I'm talking about early 2000s when I was working abroad, we ourselves started doing IV glutathione thinking that there was a very because that was a researched molecule. appo kore nalla reviews alla researches vannappozhana adu thodangiyathu, but we stopped it after some time. Avudne we stopped it because there was no scientific data to back up the whole safety and all those stuff. പക്ഷെ അത് kore കഴിഞ്ഞ ഈ 2010s and 15s ഒക്കെ വന്നപ്പോഴത്തേക്കും ഗ്ലൂട്ടാഥിയോൺ ഇങ്ങനെ അങ്ങ് it became a huge trend. So we dermatologists started telling you should not be doing it because science things have not come out. Because it has to be done in a very high dose to get certain result. Antioxidant ജോലിയല്ല അതിൻ്റെ ഏത് ഡോസസിൽ അതിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പിഗ്മെൻറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറേ ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഹയർ ഡോസും ഇത്ര ഇതും ഒക്കെ എത്തിയാലേ അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? അപ്പോൾ ആ ഡോസിന് എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത് ഇറ്റ് വാസ് നോട്ട് ഷുവർ. മാത്രമല്ല there were many of late there are a lot of papers published which has caused problems with glutathione IV injections. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അത് ആ ഗ്ലൂട്ടഥിയോണിൻ്റെ ഏത് സോഴ്സിൽ നിന്ന് വന്ന ഗ്ലൂട്ടഥിയോൺ, അതിൽ എത്രത്തോളം ഇംപ്യൂരിറ്റീസോ അഡിറ്റീവ്സ് ഉണ്ടായിരുന്നു. ഒരു IV എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടഥിയോൺ മാത്രമല്ലല്ലോ, അതിൻ്റെ അകത്ത് ഇൻസിപ്പിയൻസ് വേറെ ഉണ്ടല്ലോ, അതിൽ നിന്ന് പ്രോബ്ലംസ് വരുന്നു. അപ്പോൾ ഏത് സോഴ്സ്, ഏത് കമ്പനി, വാട്ട് ഈസ് ആക്ച്വലി ക്യാരിങ്, സോ മെനി തിങ്സ്. അപ്പോൾ ദിസ് ഹാസ് കോസ്റ്റ് liver injuries, kidney injuries, even emergency situations like a full body system total inflammatory shutdown വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ആൾക്കാർ ഈ സ്ലിമ്മിങ് മെഡിസിൻസിൻ്റെ കൂടെ ഇത് ചെയ്യുന്നുണ്ട്. like a terzepatide, ഇപ്പോൾ മൊഞ്ചാറോ terzepatide പോലെയൊക്കെയില്ല. അപ്പോൾ they are in a very low nutritional thing. അവരുടെ കാലറി ഇൻടേക്സ് ഇതൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. we are putting this supra physiological dose of glutathione. ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ബോഡിയിൽ ഒരു ഹാവൊക്കെ നടക്കും. Okay, so idokke published on. I did a recent presentation in a dermatology conference regarding the safety of glutathione. Appo adile kore papers we discussed as a whole. So adine plus points ഒരുപാട് ഉണ്ട്. അത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് വെരി ചുമ്മാ അങ്ങ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയത്തക്ക അതിൻ്റെ പുറകിൽ ഇങ്ങനത്തെ ഇഫക്ട്സും ഉണ്ട്. മനസ്സിലായി? അത് കൊടുക്കുന്നവർക്കും അറിയണം, എടുക്കുന്നവരും അറിയണം. ഒരു വെൽനെസ് ഇഞ്ചെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് പോയി നല്ല എവറി ഇൻഫ്ലുവൻസർ ഇസ് സീൻ ദാറ്റ് ഐ എം ടേക്കിംഗ് ഗ്ലൂട്ടഥിയോൺ ഇഞ്ചെക്ഷൻ ആസ് ലൈക്ക് എ ഹോളിഡേ പോണ പോലെ ഒരു അത്ര ലൈറ്റിലൊന്നും ഒരിക്കലും എടുക്കരുത്. യു ഹാവ് ടു നോ ദാറ്റ് ദിസ് ഇസ് എ മെഡിക്കേഷൻ. ഇറ്റ്സ് ആക്ച്വലി വർക്കിംഗ് സംതിങ് ഇൻസൈഡ് ദ ബോഡി. ഇനി അതിൻ്റെ ഗുഡ് തിങ്സ് എന്ന് പറഞ്ഞാൽ നോ നോട്ട് ഗുഡ് തിങ്സ്, ഐ വുഡ് സേ ഗുഡ് തിങ്സ്. എനിവേ ഐ ടോൾഡ് യു ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ പിഗ്മെൻറ്റേഷൻ. ഇതിൻ്റെ ഒരു ബ്ലോക്ക് എന്താണെന്ന് വെച്ചാൽ ടാബ്ലറ്റ്സ് കഴിക്കുമ്പോൾ ഈ ടാബ്ലറ്റ്സിലെല്ലാം അബ്സോർബ് ആവത്തില്ല. ബയോ അവൈലബിലിറ്റി ഈസ് ലോ. അതുകൊണ്ടാണ് ടാബ്ലറ്റ്സിനേക്കാളും IV ലോട്ട് പോകുന്നത്. നമുക്ക് ഡയറക്ട്ലി യു ആർ പുട്ടിങ് ഇൻസൈഡ്. സോ ഓബ്വിയസ്ലി ടാബ്ലറ്റ്സിനേക്കാളും IV തന്നെയാണ് ഗുണം, ബെറ്റർ. സോ IV ഈസ് ഓക്കെ, ബട്ട് ദിസ് ഇസ് ദ പ്രോബ്ലം. ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു any sort of immune reactions or allergies inside the body. അപ്പോൾ എനിക്ക് ഗ്ലൂട്ടഥിയോൺ IV വേണമെങ്കിൽ I should go where?
you go to a proper dermatologist assessing your skinile pigment conditions. നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്ത് ഗുണം എന്നുള്ളതും കൂടെ നോക്ക്. ബിക്കോസ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതായത് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറി വേറൊരു സ്കിൻ കളർ ആകും എന്ന് പറഞ്ഞാണ് പലരും അതിനെ പ്രൊമോട്ട് ചെയ്യണം. ഫെയർ ആയി പെർമനൻറ്റ് സ്കിൻ വൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നത്. ഡോണ്ട് ഗോ ദെയർ വേർ യു സേ ഒരുമിച്ച് ടേക്ക് 10-15 സെഷൻസ് കണ്ടിന്യൂസ് എടുത്തോളൂ എന്നൊരു പാക്കേജ് പ്രൈസ് ആയിട്ട് പറയുന്നിടത്ത് ജസ്റ്റ് smell something fishy, smell business. Okay, that is it. പക്ഷേ നമുക്കിപ്പോൾ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട്, സ്കിന്നിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, ഡെർമറ്റോളജിക്കലി തന്നെ പ്രശ്നങ്ങളുണ്ട്, ഫോർ വിച്ച് ദ ഗ്ലൂട്ടാത്തിയോൺ ക്യാൻ ഹെൽപ്പ് എന്ന് ആ ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് എടുത്തോ, കുഴപ്പമില്ല. ബട്ട് യു ഹാവ് ടു ചെക്ക് യുവർ ലിവർ എൻസൈംസ് ഇൻ ബിറ്റ്വീൻ. അല്ലെങ്കിൽ നേരത്തെ ഒന്ന് നോക്കുക, ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യുക. ഇതൊരു ചുമ്മാ എസ്തെറ്റിക് എന്നുള്ള രീതിയിൽ ഐ വിൽ മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് എൻ ഇഞ്ചെക്ഷൻ ദാറ്റ് യു ആർ പുട്ടിങ് ഇറ്റ് ഫോർ this reasons. So take it, no problem. നമ്മളത് അവെയർ ആയിരുന്നാൽ മാത്രം മതി where to go, because ഇങ്ങനൊരു അലർജിക് സിറ്റുവേഷൻ വന്നാൽ ആരാണ് സഹായിക്കുക? അപ്പോൾ ഒരു പ്രോപ്പർ ഡെർമറ്റോളജിക്കൽ സിറ്റുവേഷൻ ഒരു ക്ലിനിക്കാണ്, അവിടെ അതിനുള്ള ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സേഫ് ടു സം എക്സ്റ്റെൻറ്റ്. ബട്ട് ദേ ഹാവ് ടു tell us back if there is an irritation or allergy. നമ്മൾ എപ്പോഴും do a test dose and then do it, right? അപ്പോൾ അതിൽ അലർജി, ഇമ്മീഡിയറ്റ് അലർജി അങ്ങനെ അറിയാൻ പറ്റും. പക്ഷേ ലോങ് ടേം അലർജി കുറേ എടുത്താലേ അറിയാൻ പറ്റുള്ളൂ. And that too, എത്ര ഡോസ് എടുത്താലാണ് ഒരാളുടെ സ്കിൻ കളർ മാറുന്നത് അതൊന്നും you cannot say. So somebody must be taking 15 injections and there is no response at all. They have 1 ലക്ഷം രൂപ കളഞ്ഞു, 1.5 ലക്ഷം രൂപ കളഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. They maybe I always ask them, then why do you actually continue? What was your goal? Is this permanent glutathione? No. No, because 1.5 ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന്, is it even a... Yeah, so take it in that sense. It is good, but what are we doing it for? Don't think about a permanent skin lighting. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, പിന്നെ സെലിബ്രിറ്റീസ് വെളുത്തില്ലേ, ഇവരിങ്ങനെ വന്നില്ലേ, അവരാദ്യം ഇങ്ങനത്തെ കളറല്ലേ? ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ ഗ്ലൂട്ടാത്തിയോൺ they made it. It is actually backed up with a lot of other skin procedures. Maybe they did a correct skincare routine with skincare products or whatever, their healthy diet, their sun protection, എല്ലാം കൂടെ ചേരുമ്പോൾ they look nice. അവർ ട്രാൻസ്ഫോംഡ് ആയിട്ട് തന്നെ തോന്നും. But it's not just നമുക്ക് ചുമ്മാ ഒരാൾ പോയിട്ട് ഗ്ലൂട്ടാത്തിയോൺ എടുത്താൽ അതുപോലെ വരത്തില്ല. സോ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ടേക്ക് ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. നല്ല ബ്രാൻഡാണോ, നല്ല ഇപ്പോൾ ബയോ അവൈലബിലിറ്റി, അപ്പോൾ ഒരു വിധത്തിൽ നോക്കിയാൽ ടാബ്ലറ്റ് ഗ്ലൂട്ടാത്തിയോൺ ഇസ് എ ലിറ്റിൽ മോർ ബെറ്റർ. ചിലപ്പോൾ ലോങ് ടേം എടുക്കേണ്ടി വരുമായിരിക്കാം, കുറച്ച് അധികം സമയം എടുത്താൽ. ഇറ്റ്സ് ബിക്കോസ് യു നോട്ട് പുട്ടിങ് എ ലോട്ട് ഓഫ് ഗ്ലൂട്ടാത്തിയോൺ ഇൻസൈഡ് യുവർ ബോഡി. അതൊരു സ്പൈക്ക് വന്നിട്ട് അതങ്ങ് താഴെ പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ദാറ്റ് ഇസ് ക്രിയേറ്റിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പ്രോബ്ലം ഓൺ ദ imbalance in the body. So be very clear about why you are. There is no beating about the bush. Very clear and then do it. Thanks for being upfront about it. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ ലേസർ പ്രൊസീജിയേഴ്സ് ആണ്. ഈ ലേസർ പ്രൊസീജിയേഴ്സ് എന്താണ് ശരിക്കും? വാട്ട് ഈസ് ഇറ്റ് യൂസ്ഡ് ഫോർ ആൻഡ് അവിടെ എന്താണ് ദാറ്റ് യു ഷുഡ് ബി അവെയർ അബൌട്ട്? ലേസേഴ്സ് ഒരു എനർജി ബേസ്ഡ് ഡിവൈസ് ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു റേഡിയേഷൻ. അത് സ്കിന്നിൽ പോകുന്നു. സ്കിന്നിൻ്റെ ഇത്ര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫ്യൂ മില്ലിമീറ്റേഴ്സേ ഉള്ളൂ ലേസർ. ഇറ്റ് കോസസ് സം കൈൻഡ് ഓഫ് എ ചേഞ്ച് ഇൻസൈഡ് സർട്ടൻ സെൽസ് ദെയർ. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് ലേസർ വി ആർ യൂസിങ്. ഹെയർ റിഡക്ഷൻ്റെ ലേസർ ആണെങ്കിൽ അത് നേരെ പോയി ഹെയറിൻ്റെ മെലനിനിൽ മാത്രമേ അത് എടുക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് സ്കിൻ ടൈറ്റനിങ് ലേസർ ഉണ്ടെങ്കിൽ അത് സ്കിന്നിൻ്റെ കൊളജൻ ലെയറിലായിരിക്കും ചിലപ്പോൾ പോണേ. അപ്പോൾ അതിന് ഓരോ വേവ് ലെങ്ത് അനുസരിച്ച് അതിന് ഓരോ ഡ്യൂട്ടി ഉണ്ട്, ഓരോ ലേസേഴ്സ്. അപ്പം യു ക്യാൻ ഗോ ടു എ ലേസർ സെൻറ്റർ, യു മേ ഹാവ് 5 different lasers. So what are these 5 different, maybe for 5 different indications or 5 different കാര്യങ്ങൾക്കായിരിക്കും അത് കൊടുക്കുന്നത്. അപ്പോൾ ഹെയർ റിഡക്ഷൻ ലേസറിന് വെച്ചിട്ട് വേറൊരു സാധനം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ലേസേഴ്സ് ആ എനർജി ബേസ്ഡ് ഡിവൈസസ് സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഹെയർ റിഡക്ഷൻ ലേസർ എന്ന് വെച്ചാൽ ഹെയറിൻ്റെ റൂട്ടിൽ പോയിട്ട് ആ മെലനിനെ ഒന്ന് ബ്ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ആ റൂട്ട് സെൽസ് ബിക്കം ഡാമേജ്ഡ് ആൻഡ് ഇറ്റ് ഗോസ് ഓഫ്. അതേസമയം പിഗ്മെൻറ്റ് ലൈറ്റൻ ചെയ്യാനാണെങ്കിൽ സ്കിന്നിന് അടിയിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആ മെലാനിൻ ലെയറിൽ പോയിട്ട് അതിനൊന്ന്
ഒന്ന് ഇറിറ്റേറ്റ് ചെയ്യും. സോ ദാറ്റ് ഇറ്റ് ജസ്റ്റ് ഡിസോൾവ്സ് അണ്ടർ ദ സ്കിൻ. ടാറ്റു റിമൂവലിന് ലേസർ ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ഗോയിങ് ടു ദാറ്റ് പെർട്ടിക്കുലർ ഡൈ. അതിപ്പോൾ റെഡോ യെല്ലോ ഡൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ദർ ബി എ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഓഫ് ലേസർ. സോ ദർ ആർ അതിനെ പിടിക്കണമെങ്കിൽ അതിനെ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ഹൗ ഡിഫറെൻറ്റ് ലേസേഴ്സ് ആർ ദെയർ ടു ട്രീറ്റ് ഓരോരോ കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ പലപ്പോഴും ആക്ടേഴ്സിന്റെ സ്കിൻ വളരെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന കാണാറുണ്ട്. ഇസ് ദാറ്റ് ടു ഡു വിത്ത് ലേസർ? ജസ്റ്റ് ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ്. ഓർ മേ ബി എ കോമ്പിനേഷൻ ഓഫ് തിങ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കോമ്പിനേഷൻസ് എല്ലാം അതിലും വർക്കാവും. ബിക്കോസ് ഒരു ടൈറ്റർ ആൻഡ് ബെറ്റർ സ്കിന്നിന് മേ ബി ദർ ഇസ് എ വെരി ഗുഡ് സ്കിൻ ക്വാളിറ്റി ക്രീം കാണും അതിൻ്റെ അകത്ത്. There will be skin boosters or fillers in certain areas where you can get better. There can be energy based devices. ഇതുപോലെയുള്ള ലേസർ ഓർ MNRF മൈക്രോ നീഡ്ലിംഗ് RF പോലെയുള്ള ചെയ്യാം. ഹൈഫ് പോലെ സെഷൻസ് ചെയ്യാം. So the ligaments get bit better. So it's kind of a combination and then you get a nice thing. So ഈ റെഡ് കാർപ്പറ്റിന് തൊട്ട് മുമ്പ് പോയി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. So that they have that beautiful presence on the skin. What is that? secret. But I want to talk about this unrealistic standards. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഈ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ we are bombarded with really പെർഫെക്റ്റ്, സോ കോൾഡ് പെർഫെക്റ്റ് ഫേസസ്. അത് സെലിബ്രിറ്റീസ് വഴി എല്ലാ രീതിയിലും നമ്മളെ ബൊംബാർഡ് ചെയ്യാണ്. സോ സംവെയർ അലോങ് ദ ലൈൻ നമ്മൾ വി ആർ നോട്ട് ഇനഫ് എന്നുള്ളൊരു തോന്നൽ അത് സൊസൈറ്റിയിലേക്കും സ്ത്രീകളിലേക്കും ഒക്കെ വരികയല്ലേ? ആ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. See, that's what I said. When we actually consultation ഇരിക്കുമ്പോൾ we get a lot of emotional baggages which come along with the skincare. Okay. എന്തിനാ ഇവർ ചെയ്യുന്നതെന്നുള്ളത്. Sometimes I see very എന്താ ഒരു lower socio-economic stratiലുള്ള ഒരാൾ, they come asking for bigger procedures which they even cannot afford. So we think, why are you actually looking for? ഇപ്പം ഞാനൊരു സെലിബ്രിറ്റി ആണെങ്കിൽ എനിക്ക് റീസൺ ഉണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നത്. Because I have to look a special way and I'm getting paid for that. So you can go to what extent, I mean, whatever. അതൊരു അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ് ഇസ് ദെയർ തിങ് ടു പ്രസന്റ് ഇൻ എ സർട്ടൻ വേ ഓർ വാട്ട് എവർ. അതിനെ നമുക്ക് ജഡ്ജ് ചെയ്യാനൊന്നും വലിയ ഇതൊന്നും വരുന്നില്ല. But a normal people like us, when they do heavy things which they cannot afford and it's not going to change much their ലുക്കോ അതൊന്നും മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാ ചെയ്യുന്നതെന്നൊരു അപ്പോൾ അവിടെയാണ്. ബിക്കോസ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഇമോഷണൽ ബാഗേജ് ദർ. മേ ബി ദർ ഇസ് എ ഫെയിലിംഗ് മാരേജ്, ദർ ഇസ് എ സോഷ്യൽ പ്രഷർ ടു ലുക്ക് സർട്ടൻ വേ. അവരെ ചിലപ്പോൾ എവിടെയെങ്കിലും ഐസൊലേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ദേ തിങ്ക് ദാറ്റ് ഇത്രയും ചെയ്യുമ്പോൾ ഐ എം ഗോയിങ് ടു ഗെറ്റ് ബാക്ക് my status, or I'm going to rescue my marriage, or whatever. There are so many, namukku oru irikkumbo a lot of stories undu. And sometimes adu manasilaakka idu cheyidukondu maatram you're not getting back the emotional thing. This may help you. So whenever a person comes with a anti-aging procedures allengil to look certain way ennu vicharikkumbo, I always say, are you coming from an insecure mindset? ഇൻസെക്യൂരിറ്റിൻ്റെ പേരിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര ചെയ്താലും ഇത് തീരത്തില്ല. അതേസമയം ഐ എം നോട്ട് ഇൻസെക്യൂർ, ബട്ട് ഐ വോണ്ട് ടു ലുക്ക് ബെറ്റർ. എന്താ ഇപ്പോൾ ഹെയർ ഡൈ ചെയ്താൽ എന്താ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കീപ്പിംഗ് ഇറ്റ്, യു ആർ ഡൂയിങ് എ ലിറ്റിൽ ഫില്ലർ ഓർ എ ലേപ്പ് ഓർ എ ചിൻ ടു ജസ്റ്റ് ബൂസ്റ്റ് മൈ തിങ്. ഐ എം നോട്ട് ഇൻസെക്യൂർ ഇൻ ദ ബേസിക് തിങ്. അതിൻ്റെ മേലെ എന്ത് ചെയ്താലും നമുക്ക് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ways you can do it to any extent you can go. പക്ഷേ നമ്മുടെ ബാക്കിലൊരു ഇൻസെക്യൂരിറ്റീൻ്റെ മുകളിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ you keep on doing it and doing it, still you go in the face. Last week I saw the film Michael. There Michael Jackson's ഒരു ഇന്റർവ്യൂവിൻ്റെ ക്ലിപ്പ് പിന്നെ എനിക്ക് വന്നപ്പോഴത്തേക്ക് Oprah was asking him, are you okay when you see your face, yourself in the mirror? So he said, I'm never satisfied with what I see. So adinte pinnil there is a lot of psychology. He was never happy with what he was seeing. He kept on doing things, kept on. He's a very nice person to start with. But insecurities lead us to a lot of stuff. Maybe that is wrong for our body. നമ്മൾ ആ ബ്രിഡ്ജ് ലൈൻ ക്രോസ് ചെയ്തു പോകും പലപ്പോഴും. അപ്പോൾ അത് ക്യാഷ് ചെയ്യാൻ ചിലപ്പോൾ ഒരുപാട് പ്രൊവൈഡേഴ്സ് കാണുമായിരിക്കും. And they can go a little this way or that way also.
അതുപോലെ വേറൊരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ എന്തെങ്കിലും ഒരു സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ അതൊരു ഗൂഗിൾ ലെൻസിലൂടെ അതെടുത്ത് സ്കാൻ ചെയ്ത് സ്വന്തം ഡയഗ്നോസിസും സ്വന്തം ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന പല ആൾക്കാരും ഉണ്ട്. ഐ ആം ഓൾസോ ഗിൽറ്റി അറ്റ് ടൈംസ്. ബട്ട് അതൊരു വലിയൊരു ചാലഞ്ച് അല്ലേ? ആൻഡ് പ്രോബ്ലി ദി അതർ ചാലഞ്ച് ഇസ് ഓൾസോ ദി ഇംപേഷ്യൻസ് ഓഫ് ദ client or the patient. കാരണം സ്കിന്നിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ടേക്സ് എ റിയലി ലോങ് ടൈം. അതൊരു ക്യൂറിലേക്ക് എത്താൻ. ആൻഡ് അത്രയും നാൾ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ ഒരു പക്ഷേ കാണില്ല. So these two things would you like to talk about? Yeah, Google doctors, it's very common, especially നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ, അതായത് ഈ Gen Z, Gen Alpha, you know, there was a young girl of 16 or 17-year-old girl who said that our doctors don't know anything. ഒരു ഡോക്ടർ, നമ്മുടെ നല്ല ഡോക്ടറിൻ്റെ അടുത്താണ് പറഞ്ഞത്, you don't know anything about skin care എന്ന്. സംഭവം എന്താണെന്ന് വെച്ചാൽ she did not agree to some potta fad that she was doing. She said that was not right, this you should not be doing it. Appo she thought that this doctor does not know about that, and this girl knows better. അത്രയാണ് പവർഫുൾ. ഇപ്പോൾ ദേ റീഡ് ഓൾ ദോസ് ഇൻഗ്രീഡിയൻസ് ആൻഡ് ദേ കം ആൻഡ് സേ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പയ്യന് ഹെയർ സീറം കൊടുത്തപ്പോഴത്തേക്കും ഹി വെൻറ്റ് ടു ദ ഫാർമസി, ദെൻ സോ ദ ഇൻഗ്രീഡിയൻസ്, തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിന് പകരം ഞാൻ വേറെ ഇൻഗ്രീഡിയൻസ് ഉള്ള അത് ഉപയോഗിച്ചോട്ടെ എന്ന്. ഐ ഫീൽ ഈ ഇൻഗ്രീഡിയൻസ്ക്കാളും അതാണ് എനിക്ക് കുറച്ചുകൂടെ കറക്റ്റ് എന്ന്. ഐ സെഡ് okay, what can I do? You want to you respect my expertise or his thing. പക്ഷെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതിനകത്ത്? either I have to school him that this is what. So this is a challenge in a daily basis because അവർ ഒത്തിരി വായിക്കുമല്ലോ. ഈ ചാറ്റ് GPT-നകത്ത് നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരില്ലേ. അപ്പം അതെല്ലാം അങ്ങ് കേട്ട് കഴിയുമ്പോഴത്തേക്കും you feel that you are an expert. So they, in a way, നമുക്കത് രണ്ട് രീതിയിലാണത് വരുന്നത്. ഒന്ന്, they are well informed about the good and bad and everything. പണ്ട് when we want to write a medication, we have to tell them this is that. Explain ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് പേർക്ക് അതെല്ലാം അറിയാം. They come and ask that, കുഴപ്പമില്ല, ഈ ടാബ്ലറ്റ് I know that this is good for this one, I can take it, no problem. ബട്ട് നേരെ തിരിച്ച് ഓവറായിട്ട് കഴിയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഹ്യൂജ് ക്ലാഷ്. ദേ കം വിത്ത് ഡയഗ്നോസിസ്, ദേ കം വിത്ത് സോ ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൾട്ട് ഫോർ us to do. അതുപോലെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് വളരെ ബോറിങ്ങും പാക്കേജ്ഡ് ആയിട്ട് സെലിബ്രിറ്റീസ് എൻഡോസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് നല്ലത് എന്ന് പറയുന്ന എത്ര പേരുണ്ടായിരിക്കും? ഒത്തിരി പേര് എസ്പെഷ്യലി ദ ന്യൂവർ ജനറേഷൻ എന്ന് മാത്രമല്ല, നമ്മൾ തന്നെ ഒന്ന് ചുമ്മാ ആലോചിച്ച് നോക്ക്. ഒരു മോയ്സ്ചറൈസർ നല്ല പാക്കേജിലും നല്ല ഒരു എസ്തെറ്റിക്കലി പ്ലീസിങ് തിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടുമ്പോഴത്തേക്ക് വി ഫീൽ വെരി ഹാപ്പി അബൌട്ട്. ബട്ട് അതേ സാധനം ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ബോറിംഗ് ഫാർമസി പാക്കേജ്, യു വിൽ നോട്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹാപ്പിനെസ്. അത് എല്ലാവരും ഒരേപോലെ ഗിൽറ്റിയാണ്. ഓക്കെ, ബിക്കോസ് സെൽഫ് കെയർ, ഈ സ്കിൻ കെയർ ഇസ് ആക്ച്വലി എ സെൽഫ് കെയർ, റൈറ്റ്? അതുകൊണ്ട് പാക്കേജിങ് മാറ്റേഴ്സ്, ഹൗ ദി അപ്പീലിംഗ് മാറ്റേഴ്സ്, അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ് അത് എൻഡോസ് ചെയ്യുന്നതെങ്കിൽ വി ഓൾസോ ഫീൽ ലൈക്ക് എ സെലിബ്രിറ്റി. Like using that same product, you feel like I am elevated. So okay, to certain extent it's fine, it's the marketing and all those stuff. പക്ഷേ actually there are a lot of nice things in a small 200 രൂപയുടെ pharmacy package which might do a lot of good things than the 2,000-3,000 rupees cream. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. ചിലപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും തിരിച്ച് വന്നിട്ട് പേഷ്യൻ്റ് ചോദിച്ചു, ഡോക്ടറെ ഇത് 500 രൂപയേ ഉള്ളൂ, ഇതിൽ മാറുമോ എന്ന് ചോദിക്കും. സോ യു ഹാവ് ദാറ്റ് മൈൻഡ് സെറ്റ്. സോ ആക്ച്വലി പാക്കേജിങ് മാറ്റേഴ്സ്, പക്ഷേ ഇൻഗ്രീഡിയൻ്റ് ആണ് കിങ്. ബേസിക്കലി യു ഹാവ് ടു ലുക്ക് ഫോർ ദാറ്റ്. അതുപോലെ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബൂം ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഒന്നാണ് ഈ സ്കിൻ കെയർ, കോസ്മെറ്റിക്, ഡെർമറ്റോളജി ആൻഡ് ഈവൻ കോസ്മെറ്റിക് പ്രൊസീജിയേഴ്സ്, വെദർ ഇറ്റ് ഈസ് liposuction or any of that. അപ്പോൾ ഇവിടെ എനിക്കൊരു പ്രോബ്ലം ഉണ്ട് വിത്ത് മൈ സ്കിൻ. ലൈക്ക് ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് ഐ ഹാവ് patchier color, uneven skin tone, like they call it. അപ്പോൾ അതാണ് എൻ്റെ പ്രശ്നം. So how do I choose? ഞാൻ എവിടേക്കാണ് പോവേണ്ടത് എന്നുള്ളൊരു ചോയ്സ്, ഒരു ഡെസിഷൻ അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം പല തരത്തിലുള്ള ഈവൻ ആയുർവേദിക് ക്ലിനിക്സ് ആർ ഡൂയിങ്
skin treatments. There are multiple saloons things that do skin treatments. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യുക? Everybody has got a role to play. It's not to negate the whole industry of aesthetic industry. അതിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു വെൽനെസ് എക്സ്പേർട്ടിന് അതിനൊരു റോളുണ്ട്, ന്യൂട്രീഷനിസ്റ്റിന് റോളുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റിന് റോളുണ്ട്, ഒരു സലൂണിന് റോളുണ്ട്, ആയുർവേദത്തിന് റോളുണ്ട്, ഹോമിയോയ്ക്ക് റോളുണ്ട്, നമ്മുടെ മോഡേൺ മെഡിസിന് റോളുണ്ട്. ഇത് ക്രോസ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് വി വാണ്ട്. ബിക്കോസ് സംബഡി ഹൂ ഇസ് ട്രെയിൻഡ് ഇൻ സം അതർ സ്പെഷ്യാലിറ്റി ഡോണ്ട് ക്രോസ് ഇറ്റ് ഇൻ ടു ദി അതർ സ്പെഷ്യാലിറ്റി. അത് ഗവൺമെന്റ് ആയിട്ട് റൂൾസ് ഉണ്ടാക്കിയിട്ടില്ല. റെഗുലേഷൻസ് ആർ സോ ബാഡ്. A saloon can do a laser treatment. Nobody asks it about. അതെന്ത് ക്വാളിഫിക്കേഷൻ, എന്ത് ചെയ്തു, എന്തറിയാം, you might have understood how seriously a dermatologist think about a skin. Sometimes ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിൽ പലരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് ഡിസീസ് ഉണ്ടെങ്കിൽ പോയാൽ മതി, ബാക്കിയെല്ലാം somebody else has to be done. How എന്താ പറയുക, how idiotic is that term? So likewise you have to, ഇപ്പോൾ ഗവൺമെൻറ്റ്സ് ഒരു ലോ വെച്ചിട്ടില്ലാത്തടത്തോളം കാലം the clients or the patients have to be aware of this. If I am doing an Ayurvedic preparation of a thing, I am not trained in that. ഞാൻ എന്തിനാണ് അത് കൊടുക്കേണ്ടത്? I am not trained in that. I don't know anything. Maybe I have some superficial knowledge about that. So I cannot be doing that. Right? അതുപോലെ injectables, lasers which are really penetrating, or you have to have a science backup knowledge with that. ഞാൻ പേഷ്യൻസിനോടെ പറയുള്ളൂ, you have to choose your provider rightly. ഈ സങ്കര വൈദ്യത്തിൽ പോകുമ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ you have to have all specialities are now into cosmetic dermatology. എല്ലാവരും in MBBS doctors ആയാലും ENT, gynec, all so many eye specialists, so many people doing a cosmetic dermatology. I don't know. I mean, unless the government brings a law into that, there is a lot of confusion. Dermatology is so popular now, is more confusing now. So I think for your regular, ഇപ്പോൾ just ഒരു കോമൺ സെൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, for your regular facials or anything to do with your makeup or artist, go to a salon or a provider or whatever, it's not a problem. But for any other things, please go to a proper dermatologist, because ഇപ്പോൾ dermatology is one of the huge coveted specialities in നമ്മുടെ PG യിൽ തന്നെ. അപ്പോൾ you get the top most doctors doing that. So you are safe in that hands. So go to, ഇപ്പോൾ എത്രയോ നല്ല നല്ല dermatologists who are specialized in cosmetic dermatology doing the job. So go to a proper dermatologist. You will get a correct answer. That's what I feel. നമുക്ക് പലപ്പോഴും, because we have been trained so well, നമുക്ക് തലയിൽ ആ എത്തിക്സ് എന്ന സാധനം പോകത്തില്ല എങ്ങനെ പോയാലും. ബിക്കോസ് ഒരു ഷോർട്ട് മണിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ this thing has boomed a lot. Like ഒരു പെട്ടെന്ന് do a 2 months course and you can start this one, certificate courses and all that. It's like a short money. അതൊരു pure business moneyയാണ്. But you will get an ethical answer with a proper dermatologist. And coming to this question, what do you do for your skincare? My skincare, okay. കാരണം ഡോക്ടറുടെ സ്കിൻ is quite nice. ഒന്നും ഞാൻ കാണുന്നില്ല അങ്ങനെ പ്രശ്നമായിട്ട്. പണ്ട് മമ്മൂട്ടി പറഞ്ഞ കണക്ക് ജെനറ്റിക്സ് ആണെന്ന് പറയണം. Actually, I told you in the beginning, കുറച്ച് I have a lot of skin sensitivities. To start with, എനിക്ക് അത്ര വലിയ skin problems in the adolescent ടൈമിൽ വന്നിട്ടില്ല. I didn't have that acne gene. അതുകൊണ്ട് വലിയ കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് I escaped that acne scarring and all those stuff. But later in my life, I had my skin issues with pigmentations and dryness of my skin. And ഒത്തിരി കാലം I did not mind my skin. ഞാൻ ഒരു ഡെർമറ്റോളജിയിൽ എടുത്ത് അതിനെ കൂടുതൽ പഠിക്കുമ്പോഴാണ് ഞാൻ എന്തോരം ഞാൻ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായത്. Then now I started doing my things. I do my Botox for my, ഞാനിപ്പോൾ പറഞ്ഞില്ലേ ചിരിക്കുമ്പോൾ കുറേ ലൈൻസ് ഉണ്ട്. I like to smile a lot. So I do Botox on my eyes. പിന്നെ whatever we do on the clinic, usually we do it on ourselves usually.
because just to see the field, what is going on, even though a fully researched back or we all do it on our skin. So PRP, HIFU, hydrofacials, some skin boosters if I want. I've done Profilo for my neck. Likewise. And it looks also natural. I mean, you don't look like you have done any procedure on yourself, you know. So it's not daily skincare routine valare simple routine. Like I have my night creams which contain peptides. I keep on changing because ende kaiyil paladum kittum. Appo I keep on changing. I see my ingredients and a little bit of supplements. Good sunscreen. Sunscreen is a must for me. Repeat application even if I'm in my clinic. Okay. Okay. So last question. Okay. Nammade viewers nu vendi doctor parayu what are the things that they should stick to? ഒരു സ്കിൻ കെയർ regime and skin and hair regime. ഈ രണ്ട് കാര്യം. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിൽ സ്കിൻ കെയർ ഇസ് നോട്ട് ജസ്റ്റ് സ്കിൻ ഡീറ്റിംഗ്. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് യുവർ ഹെൽത്ത്. Whichever age group you are, health is radhikya. Your food is so important. Okay, if you want a good skin, start with your food. Nalla intake of protein, nalla hydration, vellam. You're cutting those sugars. Sugars are inflammatory for the skin. Appo skinile aging inum acne kum hormonal thing okke sugar is one main thing. So cutting down the sugars, refined things okke maatite oru healthy diet pattern. That's adine onnum maatilla. Then regular moisturizer on your skin depending on what type of skin yours. Either oily skin pattiya moisturizer undu, dry ana bhayangara dry aanengi adine pattiya moisturizers undu. So be on a regular moisturizer. That's more important, and a sunscreen. These three things are non-negotiables. Pinna depending on your skin type, which maybe you can do a weekly exfoliation or a monthly small exfoliation so that you keep the skin fresh and better. Over exfoliation is not good. Okay, so likewise you can do it. Small problems arise anengile appa thanne treat cheya. Like if you have some small acne or this thing, you treat it because you are saving that scarring also. Appa on time, a stitch in time saves 9 nu parnja pole. Appa whatever small things, address it immediately so that it does not go into a problem. If you have a sun allergy, address it immediately because kore കഴിയുമ്പോൾ അത് ഒത്തിരി പിഗ്മെന്റേഷനിലോട്ട് മാറും. If you have a dye allergy, address that immediately and take something for that. So addressing a problem immediately is so important. That's the main thing. So skincare is basically healthcare. That's what I would say. Thank you so much for this very informative conversation. Yeah, thank you. In fact, in the audience note ഞാൻ പറയണം, I think എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ ക്വയറീസ് ഇപ്പോൾ അഡ്രസ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലീവ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. We will certainly have a revisit later on. But right now, I should thank you for this beautiful conversation. And സ്കിന്നിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി മനസ്സിലായി. And I hope you did get a lot of information as well. Thank you so much for having me here also. I also had a wonderful conversation with you. Thank you.